കേരളത്തിൽ ഇന്ന് 3 സമരങ്ങൾ അരങ്ങേറി. കേന്ദ്ര അവഗണന ഉയർത്തി രാജ്ഭവനിലേക്കടക്കം LDF മാർച്ച് ചെയ്തു. ഇന്ത്യൻ നാഷണൽ അങ്കണവാടി എംപ്ലോയീസ് ഫെഡറേഷൻ എന്ന കോൺഗ്രസ് പോഷക സംഘടന സെക്രട്ടേറിയറ്റിനു മുന്നിൽ രാപ്പകൽ സമരം തുടങ്ങി. SUCIയുടെ ആഭിമുഖ്യത്തിലുള്ള കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടേറിയറ്റ് ഉപരോധവും ഇന്ന് കേരളം കണ്ടു. ഒരു കേന്ദ്ര സർക്കാർ വിരുദ്ധ സമരം, 2 കേരള സർക്കാർ വിരുദ്ധ സമരങ്ങൾ. നമുക്ക് മുന്നിൽ 3 സമരങ്ങളുണ്ട്. സമരങ്ങളുടെ വേദിക്കാഴ്ചകൾ, ആ സമരവേദികളിൽ നിന്നുയരുന്ന മൂകമായ സന്ദേശങ്ങൾ, ഈ സമരങ്ങളെ കേരളം എങ്ങനെ നോക്കിക്കാണണം? ആ ചോദ്യമാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. ഇന്ന് നമ്മളോടൊപ്പം അതിഥികളായി എത്തുന്നത് M. വിജിൻ MLA CPIM, വസന്ത് സിറിയക് കോൺഗ്രസ്, ഉല്ലാസ് ബാബു BJP, M. ജയചന്ദ്രൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ. വിജിൻ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഇന്ന് 3 സമരങ്ങൾ അരങ്ങേറിയിരിക്കുന്നു കേരളത്തിൽ. ആ 3 സമരങ്ങളും നമ്മളോട് നേരിട്ട് പറയുന്നതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്, ഒരുപാട് സന്ദേശങ്ങൾ പങ്കുവെക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ ആമുഖത്തിൽ പറഞ്ഞത്. ആശ അങ്കണവാടി സമരങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് മുന്നിലെ യഥാർത്ഥ കുറ്റവാളി കേന്ദ്ര സർക്കാരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനുള്ള പണം മുടക്കുന്നു. അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കേരള സർക്കാരിനെതിരെ മാത്രം ഉയർത്തി SUCI ഒരു സമരം തുടങ്ങുന്നു. അതിനോട് കോൺഗ്രസും BJPയും ചേരുന്നു. പിന്നാലെ SUCയുടെ അതേ മാതൃകയിൽ കോൺഗ്രസും ഒരു സമാന്തര സമരം ഇന്നിതാ തുടങ്ങി വയ്ക്കുന്നു. ഒരു വേട്ടമാനെ ഒരു പുലി കുറേ നേരം ഓടിക്കുന്നു. ആ പുലി തളരുമ്പോൾ, മാനും തളരുന്നുണ്ട്, മറ്റൊരു പുലി ഓടിക്കുന്നു. ആ പുലി തളരുമ്പോൾ വേറൊരു പുലി വരുന്നു എന്നതുപോലെ കാട്ടിലെ വേട്ടയിൽ കാട്ടുമൃഗങ്ങൾ കൈയാളുന്ന ഒരു തന്ത്രം ആയി ഇതിനെ വിലയിരുത്തുകയാണ് ഞങ്ങൾ. അങ്ങനെ സമരത്തിലുള്ള പാവങ്ങളായ ആശ അങ്കണവാടി തൊഴിലാളികളെ മാപ്പ് സാക്ഷികളാക്കിക്കൊണ്ട്, സ്ത്രീകളെ മനുഷ്യപരിചകളാക്കിക്കൊണ്ട് BJP തുടങ്ങി SUCI ഏറ്റെടുത്ത് കോൺഗ്രസ് പൂർത്തിയാക്കുന്ന ഒരു രാഷ്ട്രീയ പദ്ധതി കേരളത്തിൽ അരങ്ങേറുന്നു എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. താങ്കളുടെ അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ? M. വിജിൻ. തീർച്ചയായും അങ്ങ് പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് തന്നെ ഞാൻ തുടക്കത്തിൽ തന്നെ 2 ഭാഗങ്ങളായിട്ട് ഇതിനെ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി രാജ്ഭവന് മുന്നിലും മണ്ഡലാടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള കേന്ദ്രത്തിനെതിരായ ന്യായമായ മുദ്രാവാക്യം വെച്ചുകൊണ്ടുള്ള ജനകീയ പ്രക്ഷോഭം. രണ്ടാമത്തെയും മൂന്നാമത്തെയും സമരങ്ങൾ അങ്ങിവിടെ സൂചിപ്പിച്ചു. സമരങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്ത് തീർച്ചയായും സമരങ്ങളെ അടിച്ചമർത്തേണ്ടതില്ല, സമരം ചെയ്യാൻ അവകാശമുണ്ട്, സമരങ്ങളെ മാനിക്കുന്നു. പക്ഷേ ആ രണ്ടാമത്തെയും മൂന്നാമത്തെയും സമരം അത് സെക്രട്ടേറിയറ്റിന് മുന്നിലല്ല നടക്കേണ്ടത്, അത് നടത്തേണ്ടത് പാർലമെൻറ്റിന് മുന്നിലാണ്. പാർലമെൻറ്റിന് മുന്നിൽ എന്ന് പറഞ്ഞാൽ ജന്തർ മന്ദിർ നമുക്ക് സമരം നടത്താം, നമുക്ക് ഒരുമിച്ച് പോവാം. അതാണ് കേരളത്തിൻ്റെ ബഹുമാനിയായ ആരോഗ്യവകുപ്പ് മന്ത്രിയും പറഞ്ഞത്. ഈ സമരം ഡൽഹിയിലാണ്, നമുക്ക് ഒരുമിച്ച് പോവാം. കാരണം ഒരു ഘട്ടം ഞങ്ങളെല്ലാം പോയതാണല്ലോ, അന്ന് കോൺഗ്രസ് വന്നില്ല, BJPക്ക് അനുകൂലമായ സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസിനോട് നിങ്ങളാണല്ലോ ഈ SUCI നടത്തുന്ന നാടകത്തിലും നിങ്ങൾ ചേർന്നിട്ടാണ്, കോൺഗ്രസും ചേർന്നിട്ടാണ്. അതിൽ ബഹുരസം എന്ന് പറയുന്നത് BJPയെ കൂടി ചേർത്ത് വെക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആർക്കെതിരായിട്ടാണോ സമരം നടത്തേണ്ടത് ആ ആളുകൾ കോൺഗ്രസും BJPയും SUCIയെല്ലാം ചേർന്നുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു രാഷ്ട്രീയ നാടകം കളിക്കുന്നു. മറ്റൊന്ന്, ഇന്ന് ആരംഭിച്ച അങ്കണവാടി വർക്കേഴ്സിൻ്റെ സമരം. ഞാൻ മുദ്രാവാക്യ യഥാർത്ഥം നോക്കിയിട്ടില്ല, പക്ഷേ മുദ്രാവാക്യം നുണയായിരിക്കും, ഒരു പച്ചയായ കള്ളമായിരിക്കും എന്ന യാഥാർത്ഥ്യത്തിൽ തന്നെയാണ് ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ വന്നത്. കാരണം ന്യായമായ സമരമായിരുന്നെങ്കിൽ അതും നടത്തേണ്ടത് ഡൽഹിയിൽ തന്നെയാണ് എന്നുള്ളതാണ്. ഇവിടെ രണ്ടാമത്തെ ഭാഗം കാണേണ്ടത്, ഒന്ന്, ഇവിടുത്തെ കോൺഗ്രസും ഇവിടുത്തെ BJPയും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധരായ
ഒരു കൂട്ടം, അത് വേണമെങ്കിൽ നമുക്കൊരു മഴവിൽ സഖ്യം, നമ്മൾ നേരത്തെ വിളിക്കുന്ന ഒരു മഴവിൽ സഖ്യം എന്ന് പറയാം. കാരണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, അതിതാ മൂന്നാമതും ഒരു ഗവൺമെൻറ് ഉണ്ടാകാൻ പോകുന്നു. കേരളത്തിൽ തുടർഭരണം അത് ആവർത്തിക്കാൻ വേണ്ടി പോകുന്നു. 3.0 ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റുകൾ വരാൻ വേണ്ടി തുടങ്ങി. ജനങ്ങൾ അത് ആരെങ്കിലും ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടല്ല, പിണറായി സർക്കാരിൻ്റെ തുടർച്ച ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. ആ ഒരു ഘട്ടത്തിൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് ഏത് നുണക്കഥകളും പ്രചരിപ്പിക്കുക, അങ്ങനെ ആ നുണക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആ നുണക്കഥകളുടെ പ്രചരണത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം വലതുപക്ഷ മാധ്യമങ്ങളെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് കൂടിയാക്കി മാറ്റുക എന്നതാണ് കോൺഗ്രസും SUCയും BJPയും അതിനപ്പുറമുള്ള എല്ലാ സംഘടനയും വരാനിരിക്കുന്നുണ്ടല്ലോ, ജമാഅത്ത് ഇസ്ലാമിയുണ്ട്, SDPI ഉണ്ട്, എല്ലാവരും കൂട്ടുകൂടിക്കൊണ്ടുള്ള ഈ സഖ്യം കരുതിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവരാണ് എന്നതുകൂടി ഇക്കൂട്ടർ തിരിച്ചറിയേണ്ടതായിട്ടില്ലേ? ആശാസമരത്തിൻ്റെ യാഥാർത്ഥ്യം എന്താ? ആശാസമരത്തിൽ ഈ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത്, ആശ എന്നതേ ഒരു കേന്ദ്ര പദ്ധതിയാണ്. ആ കേന്ദ്ര പദ്ധതി 2005 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് മുതൽ നാം നോക്കുക, UDF സർക്കാരാണല്ലോ 2005 ആൻ്റണി സർക്കാരാണ് കേരളം ആൻ്റണി മാറി ഉമ്മൻചാണ്ടി സർക്കാർ, ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. 2005 ഈ ആശമാരെ പ്രവർത്തനം തീരുമാനിച്ചതിന് ശേഷം UDF നടപ്പിലാക്കാൻ പോലും തയ്യാറായില്ല. പിന്നീട് 2006 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് ആശാ വർക്കർമാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ മേഖലയിൽ വളരെ സജീവമായി ഇടപെടൽ ഉണ്ടാക്കുന്നത്. എപ്പോഴും ഞാനിപ്പോൾ ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുന്നേ, കാരണം ഒന്നുകൂടി ഒരു ആശാ വർക്കറോടൊന്ന് സംസാരിച്ച് കളയാം, ഡോക്യുമെൻ്റൊക്കെ ഉണ്ട്, എങ്കിലും ഒരു ആശാ വർക്കറോട് സംസാരിച്ച് കളയാം. ആശമാരെ കുറിച്ച് കൂടിയാണല്ലോ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് ഞാൻ ഫോൺ വിളിച്ച ഉടനെ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ചർച്ചയുണ്ട്, അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോടൊന്ന് സംസാരിച്ച് കളയാം, കാരണം അനുഭവസ്ഥ നിങ്ങളാണല്ലോ. അപ്പോൾ വളരെ സന്തോഷത്തോട് പറയുകയാണ്, 10,000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു എന്നാണ് ആദ്യം പറഞ്ഞത്. 10,000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. വളരെ സന്തോഷത്തിലാണ് ആ ആശാ വർക്കർ എന്നോട് സംസാരിച്ചത്. കാരണം എൻ്റെ നാട്ടിലുൾപ്പെടെ ആ വാർഡിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ആശാ വർക്കറെ കൂടിയാണ് വിളിച്ചത്. അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി പറഞ്ഞു. അപ്പോൾ അവർ പറയുക, ഈ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഗതി എന്താകുമായിരുന്നു എന്നാണ് ആശാ വർക്കർമാർ പറയുന്നത്. അതുകൊണ്ട് ഈ കുറച്ച് ആളുകളെ രാഷ്ട്രീയ നാടകത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരുത്തിയിട്ട് കോൺഗ്രസും BJPയും ഒന്ന് തെറ്റിദ്ധരിച്ച് പോകരുത്, SUCയും തെറ്റിദ്ധരിച്ച് പോകരുത്. മുഴുവൻ ആശാ വർക്കർമാരുടെ വികാരമാണ് അവർ പങ്കുവെക്കുന്നത് എന്ന്. ആശാ വർക്കർമാർ സന്തോഷത്തിലാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, പിണറായി സർക്കാർ, അവർക്ക് ഓണററി 7,000, ഇൻസെൻറ്റീവ് 60:40 കേരളം. ആ ഇൻസെൻറ്റീവ് ഉൾപ്പെടെ 10,000 രൂപ കൊടുക്കുന്നു. 13,500 രൂപ വരെ വാങ്ങിക്കുന്ന ആശമാരുണ്ട് കേരളത്തിൽ എന്നുള്ളതാണ്. ഞാനിന്ന് അവരോട് സംസാരിച്ചപ്പോൾ, ആശാ വർക്കറോട് സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, എൻ്റെ വാർഡിൽ, എനിക്ക് ചുമതലയുള്ള വാർഡിൽ പ്രസവത്തിൻ്റെ എണ്ണം കൂടുമ്പോൾ എനിക്ക് തുക കൂടും. അതൊരു ഗവൺമെൻറ് ആശുപത്രിയിൽ നടന്ന 600 രൂപ കിട്ടും, പ്രൈവറ്റിലാണെങ്കിൽ 300 രൂപ കിട്ടും. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നാണ് അവർ പറയുന്നത്. അവർക്ക് 13,200 രൂപ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന, നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആശാ വർക്കർ. അവർ പറഞ്ഞു, ഞാൻ പൂർണ്ണ സംതൃപ്തയാണ് ഈ മേഖലയിൽ എന്നുള്ളതാണ്. അവരും ചില ആവശ്യങ്ങൾ ഗവൺമെൻറ്റിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ആ ആശമാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് കേരള സർക്കാർ ഇടപെട്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളം ആശമാരെ ചേർത്ത് വെക്കുന്ന. മറ്റേത് സംസ്ഥാനമുണ്ട്? ചർച്ചയിൽ വരുമ്പോൾ നമുക്ക് സംസാരിക്കാമല്ലോ. ഇതുപോലെ നൽകുന്ന മറ്റേ സംസ്ഥാനം, അതുപോലെ അംഗനവാടി, ഞാൻ അതും ഒരു അംഗനവാടി വർക്കറെ വിളിച്ചിട്ടാണ് ചർച്ചയിൽ വന്നത്. ഞാൻ കുറച്ച് ഡാറ്റയൊക്കെ കേരള നിയമസഭയിൽ തന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി കൊടുത്ത മറുപടിയുടെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, 10/3/2025 അധിക ധനസഹായം 10 കോടി രൂപ, ബജറ്റിൽ 9 കോടിക്ക് പുറമെ ബാലഗോപാൽ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി പ്രഖ്യാപിച്ചത് ദിവസങ്ങളെ ആയിട്ടുള്ളൂ, വിരലെണ്ണാവുന്ന ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഞാനൊരു അംഗനവാടി വർക്കറെയും വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, UDFൻ്റെ കാലത്ത് വർക്കർക്ക് കിട്ടിയത് 4,000, ഹെൽപ്പർക്ക് കിട്ടിയത് 2,500. 2016 നമ്മുടെ ഗവൺമെൻറ് വന്നു, അത് 10,000 ആക്കി, അതോടൊപ്പം തന്നെ ഹെൽപ്പർക്ക് 7,000 ആക്കി. ഇപ്പോഴത്രേ, ഇന്ന് ആ തുക വർക്കർക്ക് 13,000, ഹെൽപ്പർക്ക് 9,000. നോക്ക്, ഇതുപോലെ ഞാൻ ആയിക്കോട്ടെ, നമുക്ക് ചർച്ച ചെയ്യാം, ഞാനിതൊരു അംഗനവാടി വർക്കറെ നേരിട്ട് വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അവർ പറഞ്ഞ കണക്കാണ്, ഗവൺമെന്റിന്റെ കണക്കിലേക്ക് നമുക്ക് പോവാം. അവർ പറഞ്ഞൊരു കണക്കിനെയാണ് ഞാൻ ജനതയുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇവിടെ ഇത് ജനകീയമായ ഒരു സർക്കാർ, കേരളത്തിലെ സർക്കാർ ഏറ്റെടുക്കും. നിങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കേണ്ട, ഇവിടെ കോൺഗ്രസിന്റെയും മറ്റു പ്രതികൾ വരാനുണ്ടല്ലോ, നിങ്ങളെന്താ ധരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുറച്ചാളെ കൊണ്ടിരുത്തി നാടകം കളിച്ചാൽ ആ നാടകത്തിലേക്ക് BJPയുടെ കേന്ദ്രമന്ത്രിയായ കേരളത്തിന് കൊണ്ട് ഒരു അക്ഷരമിണ്ടാത്ത ഒരു കേന്ദ്രമന്ത്രി വന്ന് കുറച്ച് സിനിമാ സ്റ്റൈലിൽ ഡയലോഗ് പറഞ്ഞു പോയാൽ അങ്ങ് കേരളത്തിൻ്റെ ജനമനസ്സ് മുഴുവൻ ഇതിനോട് ചേർന്നാണെന്ന് ധരിച്ചു പോകരുത്. നമുക്ക് ഒരുമിച്ച് സമരം ചെയ്യണം. ആർക്കെതിരെ? അത് കേന്ദ്രത്തിനെതിരായിട്ടാണ്.
ആ കേന്ദ്രത്തിൻ്റെതായ സമരത്തെ ശക്തിപ്പെടുത്തണം. അതാണ് കേരളത്തിന്റെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് കേരളത്തിലുടനീളം സമരത്തിന് നേതൃത്വം കൊടുത്തത്. അതാണ് ജനകീയ സമരം. വസന്ത് സിറിയക്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. താങ്കളുടെ രാഷ്ട്രീയ കക്ഷി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന അങ്കണവാടി ജീവനക്കാരുടെ സംഘടന ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചിരിക്കുകയാണ്. ആ രാപ്പകൽ സമരത്തെ മാധ്യമങ്ങൾ, ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും ചിത്രീകരിച്ചത് SUCI സമരത്തിൻ്റെ മാതൃകയിൽ, അതായത് ആശാ വർക്കേഴ്സ് സമരത്തിൻ്റെ മാതൃകയിൽ അങ്കണവാടി ജീവനക്കാരുടെ സമരവും വരുന്നു എന്നാണ്. ഒപ്പം തന്നെ ഇങ്ങനെ ഒരു പ്രതീതി പരന്നതിനെ തുടർന്ന് ഞാൻ ചോദിക്കുകയാണ്, കേരളത്തിൽ അങ്കണവാടി ജീവനക്കാർക്ക് പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, വളരെ താഴേക്കിടയിൽ, വളരെ ദരിദ്രമായ ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വളരെ സമർപ്പിതമായൊരു ജോലി വളരെ മാനമായി ചെയ്യുന്ന ഒരു തൊഴിൽ വിഭാഗമാണ് അവർ. അവർക്ക് അവശതകളുണ്ട്, അവർക്ക് പ്രശ്നങ്ങളുണ്ട്. ആ അവശതകളുടെയും പ്രശ്നങ്ങളുടെയും മുന്നിൽ നിൽക്കുന്ന പ്രതി സംസ്ഥാന സർക്കാർ തന്നെയാണോ? ഒന്നാം പ്രതി സംസ്ഥാന സർക്കാർ തന്നെയാണോ? എന്തുകൊണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ, എന്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ അനിശ്ചിതകാല രാപ്പകൽ സമരം? വസന്ത്. അതിനു മുമ്പ് ഇടതു പ്രതിനിധി കൂടിയായ MLA കൂടിയായ ഇടതു പ്രതിനിധിയുടെ ചില കാര്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കാൻ വയ്യ. കാര്യം, അദ്ദേഹം ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ രണ്ടാമത്തെ വാക്യം ഞങ്ങൾ ആരും സമരങ്ങൾക്കെതിരല്ല എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആശാ വർക്കർമാർക്ക് ഇന്ന് നിങ്ങൾ സ്പെഷ്യൽ ട്രെയിനിങ് പ്രഖ്യാപിച്ചു. എന്നിട്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഡയസ്നോൺ പ്രഖ്യാപിക്കുന്നത് പോലെ ഇതിൽ പങ്കെടുക്കാത്ത ആശാ വർക്കർമാരെ എല്ലാം പിരിച്ചുവിടുമെന്ന് അതാത് കേന്ദ്രങ്ങളിൽ അറിയിച്ചു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇന്നാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉപരോധ സമരത്തിലേക്ക് ആശമാർ ഇറങ്ങി പുറപ്പെട്ടു. കഴിഞ്ഞ ദിവസം വരെ ആശമാർ എന്ത് ചെയ്തു? സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം വന്നിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇന്ന് അതൊരു ഉപരോധ സമരമായി മാറുമെന്നും ആ സമരത്തിന്റെ മാനം മാറുമെന്നും കണ്ടപ്പോ ഡയസ്നോൺ പ്രഖ്യാപിക്കുന്നത് പോലെ പെട്ടെന്ന് ഒരു ദിവസം തട്ടിക്കൂട്ടി ഒരു ട്രെയിനിങ്ങുമായി ഇറങ്ങി പുറപ്പെട്ട സർക്കാർ പറയുകയാണ് ഞങ്ങൾ സമരക്കാർക്ക് ഒപ്പമാണെന്ന്. ഇനി അങ്ങനെ ആണെങ്കിൽ പ്രിയപ്പെട്ട ഇടതു പ്രതിനിധി, ഞാനൊരു ഭാഗം പറയാം. ഞാൻ ഈ സമരക്കാർക്കൊപ്പമല്ലോ, ഞാൻ അതുകൂടി അങ്ങ് മിണ്ടായിരുന്ന ആളാണ് ഞാൻ. ഇല്ല, അങ്ങേക്ക് മാത്രം സംസാരിച്ചാൽ മതിയെങ്കിൽ അങ്ങ് സംസാരിച്ചോളൂ. അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തിന് ആരും ഈൽഡ് ചെയ്തില്ലല്ലോ. അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അദ്ദേഹം ആ സമരത്തിന്റെ കൂടെ അല്ല എന്ന് പറഞ്ഞതാണ്. താങ്കൾ തുടരൂ. താങ്കൾ എന്തിനാണ് അത് ശ്രദ്ധിക്കുന്നത്? തുടരൂ. പറയാൻ എനിക്കുണ്ടായിരുന്നു, ഞാൻ മിണ്ടായിരിക്കല്ലേ ഇത്. വൺ ബൈ വൺ ഉണ്ടായിരുന്നു, ഇടപെടാമായിരുന്നല്ലോ. ഇനി തൊട്ട് അങ്ങനെ ഇടപെട്ട് പോകാം. അങ്ങും ഇടപെട്ടോളൂ. അത് ക്ലിയർ ആയില്ലേ? ഒരു കാര്യം 5 തവണ പറയണോ വസന്തേ? അത് ക്ലിയർ ആയി, പറയൂ. അല്ല പറയട്ടെ അല്ലല്ല പറയട്ടെ. രണ്ടാമത്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സംസ്ഥാന സർക്കാരിന്റെയും പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാരിന്റെ തീരുമാനം സമരങ്ങളെ അടിച്ചമർത്തേണ്ട എന്നാണെങ്കിൽ അങ്ങ് മ്യൂസിയം പോലീസിലുള്ള SHOയെ വിളിച്ച് പറയണം, ഈ സംസ്ഥാനം ഭരിക്കുന്നത് RSS അല്ല, സംഘപരിവാരമല്ല, മറിച്ച് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് പിണറായി വിജയനാണെന്ന് പറയണം. എന്നിട്ട് പറയണം, ആ SHOയോട് പറയണം, ആശമാർ അവിടെ സമരം ചെയ്തോട്ടെ, മഴയത്ത് രാത്രി 3 മണിക്ക് അവർ ടാർപോളിൽ വലിച്ചു കെട്ടിയാൽ അതുകൂടി പറിച്ചെടുക്കാൻ വേണ്ടി പോകട്ടെ കേട്ടോ എന്ന് പറയണം. രാത്രി 3 മണിക്ക് കുടുംബിനികളായ ഏതാണ്ട് 60-55 വയസ്സുള്ള സാധാരണക്കാരായവർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ, പടിയുടെ മുമ്പിൽ പെരുമഴ കോരിച്ചൊരിയുന്ന സമയത്ത് ഒരു ടാർപോളിൻ വലിച്ചു കെട്ടിയപ്പോ അത് വലിച്ചു മാറ്റി അത് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞ മ്യൂസിയം SHO നിങ്ങൾ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ ഭരിക്കുന്ന സർക്കാരിന്റെ കീഴിലുള്ളതല്ലേ എന്നുകൂടി അങ്ങ് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോ സമരങ്ങളെ നിങ്ങൾ അങ്ങ് വാരിപ്പിൽക്കുന്നു എന്നുള്ള ഭാഷ്യം വേണ്ട. 2, ഈ ചർച്ചയിൽ ഉടനീളം അദ്ദേഹം പറഞ്ഞു SUCI BJP കോൺഗ്രസ് മഴവിൽ സഖ്യ സമരം. എവിടെയാണ് ബഹുമാനപ്പെട്ട MLA അങ്ങനെ ഒരു പോസ്റ്ററെങ്കിലും താങ്കൾക്ക് കാണിക്കാനുണ്ടോ? കോൺഗ്രസിന് സമരം നടത്താൻ CPM-ന്റെയോ SUCI-യുടെയോ RSS-ന്റെയോ പിന്തുണയുടെ ആവശ്യമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ആശാ വർക്കർമാരുടെ സമരത്തിന് ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്തത്, അല്ലാതെ ഞങ്ങൾ ആ സമരം ഏറ്റെടുത്ത് നടത്തിയിട്ടില്ല. ഇനി അങ്ങനെ നടത്തണമെങ്കിൽ നടത്താനും മടിയില്ലാത്തവരാണ് കേട്ടോ കോൺഗ്രസ്. ഞങ്ങൾക്ക് അതിന് SUCI-യുടെ പിന്തുണയുടെ ആവശ്യമില്ല, നിങ്ങൾക്കാണ് അത്തരത്തിൽ ആവശ്യം വരിക. ഇനി ഈ ചർച്ചയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു എന്താണ് അംഗനവാടി സമരത്തെ പറ്റി. ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് അംഗനവാടി സമരത്തെ പറ്റി ഞാൻ പഠിക്കാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് ഉറപ്പാണ് ആ സമരം അനാവശ്യ സമരമായിരിക്കുമെന്ന്. അതായത് ഈ സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഭാഗമായ ഒരു MLA ചർച്ചയിൽ ഇരുന്ന് പറയാണ് എന്താണ് അവരുടെ ആവശ്യങ്ങളെന്ന് ഞാൻ കേട്ടില്ല, പക്ഷെ എങ്കിൽ പോലും അത് സെക്രട്ടേറിയറ്റ് പഠിക്കലായതുകൊണ്ട് ആ സമരം അനാവശ്യ സമരമാണ്. അതായത് ഒരു മുൻധാരണ എല്ലാ സമരങ്ങളെ പറ്റിയും ഈ സർക്കാരിനുണ്ട്
എന്ന് MLA തന്നെ വന്നിട്ട് ചർച്ചയിൽ നിന്ന് പറയുകയല്ലേ? ഏതെങ്കിലും ഒരു സമരം നിങ്ങൾക്കെതിരെ വന്നാൽ ആഹാ, അത് കേന്ദ്ര സർക്കാരിനെതിരെയോ കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തിനെതിരെ ആയാൽ ഓഹോ എന്നുള്ള നിലപാടാണോ നിങ്ങൾക്ക്? രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഏതോ ആശാവർക്കരെ വിളിച്ച് സംസാരിച്ചു, അവർക്ക് 13,800 രൂപ വരെ കിട്ടുന്നുണ്ടത്രേ. എനിക്ക് തോന്നുന്നത് അദ്ദേഹം കർണാടകയിലോ രാജസ്ഥാനിലോ വെസ്റ്റ് ബംഗാളിലോ ഒക്കെ ഏതോ ആശമാരെയാണ് വിളിച്ചത്. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹോണറേറിയം കൊടുക്കുന്നത് ഇതാ ഈ സർക്കാരല്ലേ? അല്ല എന്നുള്ളതാണ് വളരെ കൃത്യമായി. കർണാടകയിൽ കഴിഞ്ഞ ദിവസം 8,000 ആയിരുന്നു അവർ സമരം ചെയ്തത്, അത് 9,000 ആക്കി മാറ്റി. ജാർഖണ്ഡിൽ 9,000-ഓളം ഉണ്ട്. ഈ പറയുന്ന വെസ്റ്റ് ബംഗാളിൽ അത് 8,500 ആണ്. കണക്കുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുക. നിങ്ങൾ പറയുന്നത് മാത്രമാണ് കണക്ക്, ഈ ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത് മാത്രമാണ് കണക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകേണ്ട കാര്യമില്ല. അതല്ല ശരി എന്നുള്ളത് മനസ്സിലാക്കൂ. നിങ്ങൾക്കെതിരെ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഞാൻ തിരിച്ചു വരാം. താങ്കൾക്ക് തന്ന സമയം മുഴുവൻ താങ്കൾ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ചു. താങ്കളോട് ഞാൻ ചോദിച്ചത്, താങ്കളുടെ പാർട്ടിയുടെ പോഷക സംഘടനയായിട്ടുള്ള ഒരു സംഘടന ഒരു വിഭാഗം ജീവനക്കാരുടെ ജീവൽ പ്രധാനം എന്ന് കരുതുന്ന, തീർച്ചയായിട്ടും അത് അവരുടെ അവശതകളുടെ ആവശ്യങ്ങളാണ്. ആ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു രാപ്പകൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കുന്ന പ്രാധാന്യമുള്ള ഒരു വിഷയം, അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ താങ്കൾ മറ്റുള്ള മറുപടികളിലേക്കാണ് കടന്നുപോയത്. നിർഭാഗ്യകരമെന്ന് പറയുന്നു, ഞാൻ പറയുന്നു. എങ്കിലും ഇത് എൻ്റെ ചർച്ചയുടെ ഭാഗമായി വരേണ്ടതായതുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. വിജിൻ, താങ്കൾ പറഞ്ഞതൊക്കെ ഭോഷ്കാണ്, അഹങ്കാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അറിവില്ലായ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം താങ്കളെ ആക്രമിച്ച് ഈ ചർച്ചയ്ക്ക് ഒരു സമാന്തര അജണ്ട കൂടി സെറ്റ് ചെയ്തിരിക്കുകയാണ്. എന്ത് ചെയ്യാം? താങ്കൾ മറുപടി പറയൂ, പെട്ടെന്ന്, വളരെ പെട്ടെന്ന്. യഥാർത്ഥത്തിൽ ഈ പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിയുടെ വാദം കൂടി വന്നപ്പോൾ ചർച്ചയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാനിവിടെ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം ചോദിക്കുന്ന ആശാ വർക്കറെ എവിടെ? കർണാടകയോ ബീഹാറിലോ ഞാൻ വിളിച്ചത്? ഞാൻ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ എൻ്റെ കല്യാശ്ശേരി മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ആശാ വർക്കറെയാണ് സാറേ. ഞങ്ങൾ വെറുതെ അല്ല പറയുന്നത്, ഞാൻ ഫാക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. വസ്തുതമായിട്ട് ഏത് ചർച്ചയ്ക്കും ഞാൻ തയ്യാറാണ്, അല്ലാതെ വായി തോന്നിയ കണക്കല്ല പറയുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ ഈ കേരളത്തിൽ പുറത്തുള്ള കൊടുക്കുന്നത്, പഞ്ചാബ് എത്രയാണ് കൊടുക്കുന്നത്? 2,500 രൂപയാണ്. ഞാൻ ഫാക്റ്റ് വെച്ച് ചർച്ചയ്ക്ക് തയ്യാറാണ്, അല്ലാതെ ഞാൻ വെറുതെ വിളിച്ച് പറയല്ല. നിയമസഭയിൽ ഉൾപ്പെടെ ടേബിൾ ചെയ്ത നിങ്ങളുടെ നിയമസഭയിലുള്ള പ്രതിപക്ഷ നേതാവിനുൾപ്പെടെ അതിന് മറുപടി പറയാൻ പറ്റിയിട്ടില്ല. കേട്ടില്ലേ? നിങ്ങൾ പുറത്ത് ചാനലിലിരുന്ന് പറയരുത്. ഫാക്റ്റ് വെച്ചിട്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെ നിയമസഭയിൽ പറഞ്ഞത്. ഇവിടെ കവല പ്രസംഗത്തിൽ നമുക്ക് പറയാം ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞ കണക്കെല്ലാം പച്ചക്കള്ളാണെന്ന്. പക്ഷേ കേരള നിയമസഭയിൽ ടേബിൾ ചെയ്ത, നിയമസഭയിൽ പ്രസൻറ്റ് ചെയ്ത ഡാറ്റയാണ്. അവിടെ നിങ്ങളുടെ നേതാക്കന്മാരുണ്ട്, MLA മാരുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, അവരുടെ മുന്നിൽ അവതരിപ്പിച്ചതാണ്. അത് ഗണ്ണിക്കാൻ അവർക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അതുകൊണ്ട് വസന്ത് ഇവിടെ വന്ന് ചാനൽ മുറിയിൽ വന്നിരുന്ന് വളരെ രസകരമായിട്ട് അനുഭവം ഒന്നും പറയണ്ട. പഞ്ചാബിൽ 2,500, കർണാടകയിൽ 5,000, രാജസ്ഥാനിൽ 1,650. നിങ്ങൾ ഭരിച്ച സ്ഥലമാണേ 1,650. കണക്കാണ്. നിങ്ങൾ കുറേ കാലമായല്ലോ ഒരു സംസ്ഥാനത്തിന് തെളിയിക്കാൻ വേണ്ടി നടക്കുന്നു. തെളിയിക്കാൻ പറ്റുമോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണെന്നേ. ഇത് ഫാക്റ്റാണ്. നിങ്ങൾ എത്ര കാലം ഇതിനെ മറച്ചു വെക്കാൻ പറ്റും? ഞാനതുകൊണ്ട് കേരളത്തിലൊരു ആശാ വർക്കറെ തന്നെയാണ് വിളിച്ചിട്ട് ഞാൻ ഇക്കാര്യം സംസാരിച്ചത്. അവർക്ക് ലഭ്യമാകുന്നുണ്ട്. ഇനി കൈരളിയുടെ ഫ്ലോറിലാണല്ലോ ഞാൻ ഇരിക്കുന്നത്. ഏതാണ്ട് നിങ്ങൾ പറഞ്ഞ കൈരളിയാണോ എന്നും നിങ്ങൾ ചോദിക്കേണ്ടതില്ല. കേരളത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനം ഞാൻ അയച്ചുതരാം വസന്തിന്. വളരെ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനം. കാരണം അത് ഞാൻ കൈരളിയിൽ അത് പ്രക്ഷേപണം ചെയ്യാൻ പറയുന്നത് ശരിക്കുണ്ടല്ലോ. വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം ഈ ആശാ വർക്കർമാർക്ക് കേരളത്തിൽ കിട്ടുന്ന ഈ തുകയുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോ സഹിതം ഞാൻ വസന്തിന് അയച്ചുതരാം. നമുക്ക് ചർച്ച ചെയ്യാം. ഇനി കൈരളി എന്ന് പറയണ്ട, കൈരളി സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നത്, പക്ഷേ നിങ്ങളതിനെ വളച്ചൊടുക്കാൻ ശ്രമിക്കും. നിങ്ങളതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ തെറ്റായ സമീപനമാണ് സ്വീകരിച്ചുകൊണ്ട്. മറ്റൊരു കാര്യം, മഴവിൽ സഖ്യം. ഞാൻ ചോദിക്കും, നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ പിന്തുണ ഇതാണല്ലോ എല്ലാവരും ഒരുമിച്ച് സമരം പ്രഖ്യാപിക്കില്ലല്ലോ. പിന്തുണ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ചേർന്നിട്ടാണ്. ഞാൻ എന്താ പറഞ്ഞത്? സമരത്തിന് എതിരൊന്നുമല്ല. പക്ഷേ ഈ സമരം ചെയ്യേണ്ടത് സെക്രട്ടേറിയറ്റിന് മുന്നിലല്ല, ഈ സമരം ചെയ്യേണ്ടത് പാർലമെന്റിന് മുന്നിലാണ്. നമുക്ക് ഒരുമിച്ച് പോവാം, ഒരേ ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് ഒരുമിച്ച് പോവാം, നമുക്ക് സമരം എടുക്കാം. BJPയുടെ പ്രതിനിധി ഉല്ലാസ് ബാബു, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഞങ്ങൾ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. താങ്കളിൽ എത്താൻ അല്പം വൈകി എന്ന് വ്യക്തമാണ്. താങ്കൾ അങ്ങനെ പറഞ്ഞിരുന്നു, 10 മിനിറ്റ് വൈകിയാണ് ഞാൻ എത്തുക എന്ന്. ഇവിടെ ചർച്ച മുന്നോട്ട് പോയി. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെയും CPIM-ൻ്റെയും പ്രതിനിധികൾ തമ്മിൽ തർക്കമുണ്ടായി, അതവിടെ നിൽക്കുന്നു. പക്ഷേ ഇന്ന് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, ഇന്നിപ്പോൾ ആശാ വർക്കേഴ്സിൻ്റെ സമരം നടത്തുന്ന ആ സംഘടന
ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം നടത്തി. അവിടെ കെ സുരേന്ദ്രൻ എത്തി. അഭിവാദ്യം അർപ്പിച്ചു. സ്വാഭാവികമായിട്ടും അത് നടക്കാവുന്ന ഒരു നടപടിയാണ്. സമാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് അങ്കണവാടി ജീവനക്കാർ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടന സമരം ആരംഭിച്ചത്. അവിടേക്ക് അദ്ദേഹം പോയില്ല. സുരേന്ദ്രൻ ഇവിടെ പറഞ്ഞു, മറ്റേ രാജ്ഭവൻ്റെ മുന്നിലാണ് ഈ സമരം നടത്തേണ്ടത് എന്ന് പറഞ്ഞു. അവിടെയാണ് നിങ്ങൾ സമരം നടത്തുന്നതെങ്കിൽ അവിടേക്കും ഞങ്ങൾ വരും പിന്തുണയുമായി എന്ന്. ഇതേ നീതി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സമരം നടത്തുന്ന അങ്കണവാടി ജീവനക്കാർക്കും കൊടുക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് സുരേന്ദ്രൻ അവിടെ പോയില്ല? ആ സമരം തുടരുകയാണ്. അദ്ദേഹം ഇനി പോകുമോ എന്ന് എനിക്കറിയില്ല. ഈ രണ്ട് സമരത്തെയും നിങ്ങൾ ഒരുപോലെയാണോ കാണുന്നത്? ഇത് രണ്ടും കേരള സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി ആരംഭിച്ച സമരം ആയിരിക്കെ കേരള സർക്കാരാണ് ഈ രണ്ട് വിഭാഗം ജീവനക്കാരുടെയും ഒന്നാം നമ്പർ ശത്രു. അവരുടെ ആവശ്യങ്ങളുടെ, അവരുടെ ആവലാതികളുടെ ഏറ്റവും വലിയ പ്രതി കേരള സർക്കാരാണ് എന്ന് BJP കരുതുന്നുണ്ടോ? ഉല്ലാസ് ബാബു. ചന്ദ്രശേഖർജി, എന്തായാലും ഒരു നീണ്ട ചോദ്യമുണ്ട്. സ്വാഭാവികമായിട്ട് ചെറിയ രണ്ട് കാര്യം MLA ഉണ്ട്, അതേപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധിയുണ്ട്, നിരീക്ഷകരുണ്ട്. അപ്പോൾ ചന്ദ്രശേഖർജിയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ഒരുപാട് കാലമായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ആളാണ്. അങ്ങക്ക് ഇതിൻ്റെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയാം. ആശാ വർക്കർമാരെക്കുറിച്ച് അങ്ങ് ഇതിന് മുൻപ് കുറച്ച് നേരത്തെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. വളരെ മാന്യമായിട്ട് ഈ അഭിപ്രായമല്ല സർ CITനുള്ളത്. CITUവിൻ്റെ നേതാവിനും ഈ അഭിപ്രായമല്ല. സുരേന്ദ്രൻ വന്നതും പോയതും അന്വേഷിക്കുന്ന നേരം CITUവിൻ്റെ തൊഴിലാളി സംഘടനയുടെ നേതാവ് ഇവരെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് ഒന്ന് ചന്ദ്രശേഖർജി എന്നോടൊന്ന് ചോദിക്കണമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ദേശാഭിമാനിയിൽ എഴുതിയ ഇവരെക്കുറിച്ചുള്ള ഈ സമരത്തെക്കുറിച്ചുള്ള കാര്യവും അങ്ങ് എന്നോടൊന്ന് ചോദിക്കണമായിരുന്നു. സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി വന്ന സമയത്ത് CITUവിൻ്റെ നേതാവ് സ്ത്രീകളായിട്ടുള്ള അമ്മമാരോട് ചോദിച്ച ചോദ്യവും ബഹുമാനനായിട്ടുള്ള ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഞാൻ ബഹുമാനിക്കുന്ന ചന്ദ്രശേഖർജി അങ്ങ് ഒന്ന് ചോദിക്കേണ്ടതായിരുന്നു. അങ്ങക്ക് അത് ചോദിക്കാൻ ഒരു പക്ഷേ സാധിക്കില്ല, കാരണം അങ്ങ് ഇരിക്കുന്നത് കൈരടിയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വരും. എൻ്റെ ചന്ദ്രശേഖർജി, നമ്മളിതിനകത്ത് കണക്കുകളുടെ കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ട് തുന്നം പാടിക്കഴിഞ്ഞൊരു സാഹചര്യമാണ്. കാരണം കൃത്യമായിട്ട് കണക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സർക്കാരുകൾ തമ്മിൽ കേന്ദ്രം എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട ആളുകൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ കൃത്യമായി ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് ഇത് ക്ലെയിം ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേന്ദ്രം കൊടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ CPM സർക്കാരിനെതിരെ ആശാ അമ്മമാർ സമരം ചെയ്ത സമയത്ത് ആ സമരത്തെ നിങ്ങൾ പൊളിക്കാൻ തീരുമാനിച്ചു. ആ സമരത്തെ നിങ്ങൾ മൈൻഡ് ചെയ്തില്ല. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയും കേരളത്തിൻ്റെ ബഹുമാനനായ മുഖ്യമന്ത്രിയും അടക്കമുള്ള ക്യാബിനറ്റ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ, CPMൻ്റെ നേതൃത്വം, CITU നേതൃത്വം ഒക്കെ ഇവരെ വില കുറഞ്ഞ് നിങ്ങൾ കണ്ടു. നിങ്ങൾക്ക് ഈഗോ, കോംപ്ലക്സ്, പുച്ഛം ഇത്യാദി കാര്യങ്ങളൊക്കെ ധിക്കാരൊക്കെ കൂടി അതിനകത്ത് വെച്ച് നിങ്ങൾ അവരെ മൈൻഡ് ചെയ്തില്ല. 36 ദിവസത്തോളമായിട്ട് നിങ്ങൾ അവരോട് കാണിച്ച നീതി എന്താണ്? നിങ്ങൾ അവരോട് കാണിക്കുന്ന ശൈലി എന്താണ്? നിങ്ങൾ അവരെ അധിക്ഷേപിച്ച രീതി എന്താണ്? നിങ്ങൾ സമരത്തിൻ്റെ നേതാക്കന്മാർ സമരം ചെയ്ത് കാര്യങ്ങൾ നേടിയെടുത്ത രാഷ്ട്രീയ സംഘടന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും പറയില്ല ഇടതുപക്ഷമാണ്. ആ പക്ഷത്ത് നിൽക്കുന്ന നിങ്ങൾ, അവരൊന്നും BJPക്കാരല്ല ഇരിക്കുന്നവർ, അവരുടെ രാഷ്ട്രീയം നമ്മൾ വിടുക. ആ അമ്മമാർ ഇന്നലെ ഒരു ചർച്ചയിൽ ഒരു അമ്മ പറഞ്ഞു, എല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണ് ജോലി ചെയ്യുക, ഞങ്ങൾ പക്ഷേ ഈ ജോലി ചെയ്തിരുന്നത് ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുക എന്ന് പറഞ്ഞു. പണ്ട് ഇതിന് റേറ്റ് കുറവ്, മറ്റേ ഇൻസെൻറ്റീവ് കുറവായിരുന്നു. നിങ്ങളുടെ ഒരു വാദമാണ് CPMൻ്റെ. ശരിയായിരുന്നു സാർ. ആ സമയത്ത് ഞാൻ കോൺഗ്രസിൻ്റെ ഇതിനെ അംഗീകരിക്കുക അല്ലെങ്കിൽ ആ ശൈലിയൊന്നുമല്ല കേട്ടോ, അന്നും കൂട്ടി കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ കൂട്ടി കൊടുത്തില്ല. പക്ഷെ ആ സമയത്ത് ഇവർക്ക് വേറെ ജോലിക്ക് പോകാമായിരുന്നു. 3 മണിക്കൂർ നേരം മാത്രമാണ് അന്ന് ഇവർക്ക് ജോലി ചെയ്യേണ്ടതുള്ളൂ. 3 കാര്യങ്ങൾ മാത്രമാണ് അന്നുണ്ടായിരുന്നത്. ഇന്ന് 45ഓളം കാര്യങ്ങളാണ് ഈ അമ്മമാർ ചെയ്യുന്നത്. ആ അമ്മമാരെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് ഇന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ഓഫീസുകളിൽ വൃത്തിയാക്കാൻ വരുന്ന, അടിച്ചുവാരി വൃത്തിയാക്കാൻ വരുന്ന ആളുകൾ, AKG സെൻറ്ററിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ വൃത്തിയാക്കാൻ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന കൂലി എന്താ? അവർക്ക് കൊടുക്കുന്ന പൈസ എത്രയാണ്? ഈ പാവപ്പെട്ട അമ്മമാർക്ക് നമ്മൾ സർക്കാർ എന്ത് രീതിയാണ് കൊടുക്കുന്നത്? നിങ്ങളുടെ തന്നെ ഒരു പ്രതിനിധി ഇന്നലെ തന്നെ പറഞ്ഞു, ഒരു ചർച്ചയിൽ പറഞ്ഞു, വാഗ്ദാനം കൊണ്ട് വയറ് നിറയില്ല. ബഹുമാനായിട്ടുള്ള അഡ്വക്കേറ്റ് അരുൺകുമാറാണ് പറഞ്ഞത്. അരുൺകുമാറിൻ്റെ വാക്കുകൾ ഞാൻ ഇന്ന് കൃത്യമായി പറയട്ടെ, വാഗ്ദാനം കൊണ്ട് വയറ് നിറയില്ല. നിങ്ങൾ എന്തിനാണ് എളമരം കരീമിൻ്റെ നേതൃത്വത്തിൽ 700 രൂപയാക്കണം എന്നുള്ള വാദം ഉന്നയിച്ചത്? അങ്ങനെയാണെങ്കിൽ അത് ആക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം അധികാരത്തിൽ വന്ന നിങ്ങൾക്കില്ലേ കൃത്യമായിട്ട്? അപ്പോൾ ആ
സ്വാഭാവികമായിട്ട് നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഈ ചെയ്ത കാര്യങ്ങളെ ബഹുമാനിക്കുന്നതിനപ്പുറം അവരോട് നിങ്ങൾ ചിറ്റമ്മ നയം കാണിക്കേണ്ട ആവശ്യകതയില്ലല്ലോ. ഈ പാവപ്പെട്ട അമ്മമാർ വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ടല്ലേ രണ്ടാം തവണയും നിങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നത്. ഇവരുടെ പ്രവർത്തനം അതിൽ ചെറുതാണോ? ഇവരുടെ പ്രവർത്തനം ഈ CPM കാണുന്നത് അങ്ങനെയാണോ? ഈ അമ്മമാരുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് ഈ പിണറായി സർക്കാരിൻ്റെ രണ്ടാം വരവിനെ ഗുണം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വാഗ്ദാനങ്ങൾ കൊടുത്തു, ഉയർത്താം. പിന്നെ ആന്ധ്രയിലേക്ക് നോക്കാൻ, പഞ്ചാബിലേക്കും ആന്ധ്രയിലേക്കും സിക്കിമിലേക്കും കർണാടകയിലേക്കും ഒന്നും നോക്കണ്ടെന്നേ. നിങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിലെ അധികാരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങളിവിടെ മാതൃകയാകുക. നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് തീരുമാനിക്കുക. ഇവിടുത്തെ അമ്മമാർക്ക് നിങ്ങൾ ആവശ്യം പോലെ നിങ്ങൾ 700 രൂപ വെച്ചിട്ട് 21,000 റുപ്യ കൊടുക്കാൻ തീരുമാനിക്കുക. ആ തീരുമാനിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് മാതൃകയായി ഇന്ത്യക്ക്, പലതിനും ഇന്ത്യക്കും ലോകത്തിനും മാതൃകയാണെന്ന് വീമ്പലക്കുന്നവരല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അപ്പോൾ ഇതിനകത്ത് കൃത്യമായി രാഷ്ട്രീയമുണ്ട് ചന്ദ്രശേഖർ. എന്താണ് രാഷ്ട്രീയം? CPM ആശാ അമ്മമാരുടെ മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറില്ല, അല്ലെങ്കിൽ അവർക്ക് അവർ സമരം ചെയ്തതിനോടുള്ള ദേഷ്യമുണ്ട്. ആ ഈർഷ മുന്നിൽ വെച്ചു. അല്ലാണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തിനാണ് ടാർപ്പായ വലിച്ചുകൊണ്ട്? ചെറിയൊരു കാര്യമല്ലേ, എന്തിനാണ് ടാർപ്പായ വലിച്ചുകൊണ്ട് പോയത്? ചെറിയൊരു കാര്യത്തിന് പോലും അസഹിഷ്ണുതയാണെന്ന്. അപ്പോൾ ഇന്നലെ നിങ്ങളുടെ ഒരു പ്രതിനിധി പറഞ്ഞു അത് ഹൈക്കോടതി നിയമമാണ്. ഹൈക്കോടതി നിയമം മറ്റേ റോട്ടിൽ സ്റ്റേജ് കെട്ടിട്ട് പാർട്ടി സമ്മേളനം നടത്താൻ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാതയോരങ്ങളിൽ മുഴുവൻ പിണറായിയുടെ ഫ്ലക്സ് വെക്കാൻ ഹൈക്കോടതി സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിന്റെ അകത്ത് ഫ്ലക്സ് വെക്കാൻ ഹൈക്കോടതി സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള രാഷ്ട്രീയ സ്വഭാവത്തോടു കൂടി സമരങ്ങളെ കാണുന്നില്ല. ഇതിന്റെ മുമ്പിൽ ഉയർത്തുന്ന കൊടി നിങ്ങളുടെ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ സമരം ജെന്യുവിനും അല്ലെങ്കിൽ ഈ സമരം അൺജെന്യുവിനും ആകുന്നത് ഇവിടത്താണ് പ്രശ്നം. അവിടെ സുരേന്ദ്രൻ പൂവും പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകൾ പൂവും. കാരണം അവരുടെ സമരം സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ആരോഗ്യ രംഗത്തുള്ള വിഷയത്തെക്കുറിച്ചുള്ള സമരം നടത്തുമ്പോൾ സ്റ്റേറ്റിനെതിരെ തന്നെ സ്റ്റേറ്റിന്റെ വാഗ്ദാനങ്ങൾക്കെതിരെ ആ വാഗ്ദാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കി തരാൻ അവർ ചോദിക്കുന്ന സമയത്ത് നടപ്പിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടെന്ന്. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നത് സാധ്യമാകില്ല. അതുകൊണ്ട് തന്നെയാണ് ആശാ അമ്മമാർ നിങ്ങളുടെ സർക്കാരിനെതിരെ അപ്പുറത്ത് പോകേണ്ട സമയത്ത് കൃത്യമായി ജയചന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഇതാ ആശാ വർക്കർമാർക്ക് വേണ്ടി, ഒപ്പം തന്നെ അങ്കണവാടി ജീവനക്കാർക്ക് വേണ്ടി ഉദാരമായ രീതിയിൽ മനുഷ്യസ്നേഹം വാരിച്ചൊരിയുന്ന ചേരികളാണ് നമുക്ക് മുമ്പിലുള്ളത്. താങ്കളൊരു മാധ്യമ നിരീക്ഷകൻ എന്ന നിലയ്ക്ക് ഇവിടെ പങ്കെടുക്കുന്നു. ഇപ്പോൾ തന്നെ BJPയുടെ പ്രതിനിധി പറഞ്ഞു നിർത്തിയത് ആശാ വർക്കർമാർ ജോലി തുടങ്ങുന്ന കാലത്ത് ചെറിയ ഇൻസെൻറ്റീവാണ് ഉണ്ടായിരുന്നത്, ആ ജോലി പിന്നീട് പെരുകിയതുകൊണ്ട് കൂടുതൽ കൊടുക്കേണ്ടിയിരുന്നു എന്ന്. ആശാ വർക്കർ എന്ന് പറയുന്നത് ഒരു ദേശീയ പ്രതിഭാസമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രതിഭാസം അംഗീകരിച്ചുകൊണ്ട് ആ ദേശീയ വേതനം തന്നെയല്ലേ പുതുക്കേണ്ടത്? നമുക്കറിയാം, നമ്മുടെ വിശാലമായ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഘടനയുടെ മഹിമ കൊണ്ട് ഓരോ സംസ്ഥാനത്തും പല തുറയ്ക്കും ഓരോ തരത്തിലുള്ള മിനിമം കൂലിയാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു ദേശീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഓരോ സ്ഥലത്തും മിനിമം കൂലി ഇവരുടെ ശമ്പളമായി കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് അതിനുള്ള കേന്ദ്ര വിഹിതം ഇത്രയാണ് എന്ന് പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായാൽ തീരുന്നതല്ലേ ഈ പ്രശ്നം? അത് തീരാതെ പകരം 120ഓളം കോടി, 20ൻ്റെ താഴെ കോടി അവരുടെ കഴിഞ്ഞ കൊല്ലത്തെ വേതനം പോലും പിടിച്ചു വച്ചിരിക്കുകയാണ്. താങ്കളൊരു പത്രപ്രവർത്തകനാണല്ലോ, ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. ഇവർക്ക് കൊടുക്കുന്നത് ശമ്പളമല്ല, ഇവരെ തൊഴിലാളികളായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഇവർക്ക് കൊടുക്കുന്നത് ഓണറേറിയം എന്നാണ്. താങ്കളെ എവിടെയെങ്കിലും പ്രസംഗിക്കാൻ വിളിച്ചാൽ ആ സംഘടന താങ്കൾക്ക് തരുന്നതിനെയാണ് നമ്മൾ ഓണറേറിയം എന്ന് പറയുക. ഓണറേറിയം എന്ന് പറയുന്നത് ശമ്പളമല്ല, അത് മാനിച്ചുകൊണ്ട് തരുന്ന ഒരു പ്രതിഫലം മാത്രമാണത്. അങ്ങനെയാണോ ഇതുപോലെ ഇരവ് പകലില്ലാതെ പണിയെടുക്കുന്ന അശരണരായ സ്ത്രീകൾക്ക് അദ്ദേഹം BJP പ്രതിനിധി പറഞ്ഞ പോലെ അമ്മമാർക്ക് കൊടുക്കേണ്ടത്? ഇത് അഡ്രസ്സ് ചെയ്യാൻ ആദ്യം തയ്യാറാവേണ്ടത് കേന്ദ്രമല്ലേ? കേന്ദ്രം അങ്ങനെ പ്രഖ്യാപിച്ചാൽ തങ്ങളുടെ വിഹിതം കൂടി ചേർത്ത് ഇവർക്ക് മാനമായ ഒരു തുക കൊടുക്കാൻ കേന്ദ്രമല്ലേ തയ്യാറാകേണ്ടത്? ഒന്നാമത്തെ പ്രതിയെന്ന് ഞാൻ പറയുന്നില്ല, വിളി കേൾക്കേണ്ട സ്ഥാനത്ത് ഒന്നാമത് നിൽക്കുന്നത് കേന്ദ്രം തന്നെയല്ലേ? ജയചന്ദ്രൻ, താങ്കൾ ഇതിലോടൊന്ന് ജോയിൻ ചെയ്ത് സംസാരിക്കൂ. ഇതിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സമരം 36 ദിവസമായല്ലോ. ഇനി നമ്മളതിൻ്റെ ഈ ഡാറ്റാസിലേക്കും മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവർക്കും കാര്യങ്ങൾ അവരവരുടെ നിലയിൽ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാന പ്രശ്നം അതാണ് അഡ്രസ്സ് ചെയ്യാതിരിക്കുന്നത്. അതിന് ഞാൻ പറയുക,
പലപ്പോഴും ഞാനതിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ പറയാൻ താഴ്ന്ന ചർച്ചയിൽ തന്നെ പറയുന്ന സെലക്റ്റീവ് അമ്നീഷ്യ എന്നാണ് പറയാറുള്ളത്. ബോധപൂർവമായ മറവി, അത് ചില കാര്യങ്ങളിൽ താല്പര്യപൂർവ്വം കൊണ്ടു നടക്കും. ഇവിടെ അത് ചെയ്യുന്നത് സമരക്കാരുൾപ്പെടെ അവരെ പിന്താങ്ങുന്നതുൾപ്പെടെയാണെന്നുള്ള ഒരു ദൗർഭാഗ്യമേ ഉള്ളൂ. കാരണം ഇതൊരു തൊഴിൽ സമരമാണ് എന്ന തെറ്റിദ്ധാരണ പരത്താനാണ് ശ്രമം. അതാണ് അടിസ്ഥാന പ്രശ്നം. നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ആ ഒരു കാര്യത്തിനെയാണ് എന്നാണ് എൻ്റെ ധാരണ. അങ്ങനെയാണ്. ഇത് ആശാ വർക്കർമാർ ഒരു തൊഴിൽ സമരം നടത്തുന്നു എന്ന പ്രതീതിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പൊതുവിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതാണ് സമരത്തെ പിന്തുണയ്ക്കുന്ന ആരൊക്കെയാണോ ഉള്ളത് അവരെല്ലാം നിരന്തരം ശ്രമിക്കുന്നത് ഇതൊരു തൊഴിൽ സമരമാണ്, ഇതിൻ്റെ അകത്ത് ഗവൺമെൻറ് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല, അത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും അഹങ്കാരവും ധിക്കാരവും കൊണ്ടാണ്, ഇടതുമുന്നണിയുടെ ധിക്കാരം കൊണ്ടാണ്. ഇതാണ് പ്രചരിപ്പിക്കുന്ന പ്രൊപ്പഗണ്ട. അതാണ് ആ പ്രൊപ്പഗണ്ട ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മാത്രം പരിശോധിച്ചാൽ മതി. അത് അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതൊരു തൊഴിൽ സമരമല്ല. എന്തുകൊണ്ട് തൊഴിൽ സമരമല്ല? ഇത് സ്കീം വർക്കേഴ്സ് എന്ന് പറയുന്ന സന്നദ്ധ പ്രവർത്തകരുടെ സമരമാണ്. സ്കീം വർക്കേഴ്സ് തൊഴിലാളികളാവുമോ? സെൻട്രൽ ഗവൺമെൻറ് സ്കീമിൽ പെട്ട തൊഴിലാളികൾ അങ്ങനൊരു വിഭാഗമുണ്ടോ? അവിടെ വോളണ്ടിയേഴ്സേ ഉള്ളൂ. വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ സന്നദ്ധ പ്രവർത്തകനാണല്ലോ. അപ്പോൾ വോളണ്ടിയർമാർ, സെൻട്രൽ ഗവൺമെൻറ് സ്കീം വർക്കേഴ്സായിട്ടുള്ള വോളണ്ടിയർമാരുടെ സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനെ തൊഴിൽ സമരമായി ചിത്രീകരിക്കുക, വക്രീകരിക്കുക, ഇതാണ് സമരത്തിൽ ഇറങ്ങിയിട്ടുള്ളവരും സമരത്തിനെ പിന്തുണയ്ക്കുന്നവരും ഇവരെ ഒക്കപ്പാടെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയാണ് വ്യക്തതയോടുകൂടി തന്നെ ചർച്ച ചെയ്ത് തിരിച്ചറിഞ്ഞ് നിലപാട് സ്വീകരിക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഉറച്ച അഭിപ്രായം. അതാണ്. അല്ല, ഈ ഓണറേറിയം സമ്പ്രദായം ഇത് ജയചന്ദ്രൻ, ഞാൻ ചോദിക്കട്ടെ ജയചന്ദ്രൻ, ഞാനൊന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. ഇത് താങ്കളെ തടസ്സപ്പെടുത്താനല്ല, താങ്കൾ പറയുന്ന വാദത്തിന് ഒരു പശ്ചാത്തലത്തിന്റെ ശക്തി കൂടി തരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓണറേറിയം എന്ന് ഇതുപോലൊരു ജോലി ചെയ്യുന്ന ഒരു തൊഴിൽ തുറയെ ഓണറേറിയം കൊടുത്ത് അപമാനിക്കേണ്ട കാര്യമുണ്ടോ? അതിന് ഓണറേറിയം എന്നുള്ള വാക്കിന് മാനത്തിന് കൊടുക്കുന്ന ഒരു പ്രതിഫലം, അവരുടെ അന്തസ്സ് മുൻനിർത്തി കൊടുക്കുന്ന ഒരു പ്രതിഫലം എന്നാണ് വാക്ക്. അത്തരത്തിൽ ആരാധിച്ച് അപമാനിക്കേണ്ട ഒരു വിഭാഗമാണോ ഇത്? ഓണറേറിയം എന്നുള്ളതിന് തമിഴ് വാക്ക് ഗൗരവ ഊതിയം എന്നാണ്. ഗൗരവ വേതനം എന്നർത്ഥം. ഗൗരവം അവരുടെ അഭിമാനം. അതുപോലെ തെലുങ്കിൽ വാക്ക് മാനധനം എന്നാണ്, മാനത്തിനുള്ള ധനം. അതുപോലെ തന്നെ കന്നഡയിലെ മാനവേതനം എന്നാണ് പറയുന്നത്. നമ്മൾ ഓണറേറിയം എന്ന് പ്രയോഗിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ മാനവേതനമാണെന്ന് പറഞ്ഞ് അപമാനിക്കുന്ന ഒരു പ്രതിഫലം കൊടുക്കുന്ന ദേശീയ നയം അതല്ലേ മാറേണ്ടത്? ഇവരെ തൊഴിലാളികളായിട്ട് പ്രഖ്യാപിക്കുകയല്ലേ വേണ്ടത്? അവർക്ക് മിനിമം കൂലി അതത് സംസ്ഥാനത്തിൻ്റെ ഇടയ്ക്ക് കിട്ടണം എന്നൊരു പ്രഖ്യാപനം ഉണ്ടാവേണ്ട സമയം വൈകിയില്ലേ? നമ്മളത് ചോദിക്കേണ്ടത് അങ്ങനെ തന്നെ. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇതിൻ്റെ സബ്സിഡറി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. കാരണം ഇവിടെ ഇത് ഒരു തൊഴിൽ സമരമല്ല. ആ തൊഴിൽ സമരം അല്ലാതാവുന്നതിൻ്റെ അടിസ്ഥാന പ്രശ്നമെന്ന് പറഞ്ഞാൽ സ്കീം വർക്കേഴ്സാണ് ഈ ജോലി ചെയ്യുന്നവർ. അവർ ജോലി ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അത് തൊഴിൽ സമരവുമല്ല. ആ ഒരു വൈചിത്രം എന്തുകൊണ്ടാണെന്നുള്ളതാണ് ആദ്യം സമരം ചെയ്യുന്നവരെന്ന് തിരിച്ചറിയേണ്ടത്. ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ തൊഴിലാളികളല്ല, അതുകൊണ്ട് തന്നെ തൊഴിൽ സമരവുമല്ല. അപ്പോൾ പ്രശ്നം സ്കീം വർക്കേഴ്സിന് കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഓണറേറിയം ആണെങ്കിലും ശരി, ഇൻസെൻറ്റീവ് ആണെങ്കിലും ശരി, ഇവരാവശ്യപ്പെടുന്നത് എന്താണ്? 62 വയസ്സിൽ റിട്ടയർമെൻറ്റ് 5 ലക്ഷം രൂപ, പിന്നെ ദിവസം 700 രൂപ, 21,000 രൂപ ഒരു മാസം. ഇതെങ്ങനെ നടക്കും? ഇത് നടക്കണമെങ്കിൽ ഈ 700 രൂപ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ഏതെങ്കിലും സ്ഥാപനത്തിലോ വകുപ്പിലോ ജീവനക്കാരാവണം. ഇവർ സ്കീം വർക്കേഴ്സാണെന്നേ, ഇവർ സന്നദ്ധ പ്രവർത്തകരാണ്. ആ സ്കീം വർക്കേഴ്സായിട്ടുള്ള വോളണ്ടിയർമാരായിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഏതെങ്കിലും വകുപ്പിലോ സ്ഥാപനത്തിലോ ജീവനക്കാരല്ലാത്തവർക്ക് പ്രതിദിനം 700 രൂപ കൊടുക്കാൻ സാധിക്കുക? സമരക്കാരെ നയിക്കുന്നവരാണ് പറയേണ്ടത്, പിന്തുണയ്ക്കുന്നവരാണ് പറയേണ്ടത്. അതല്ലാതെ കർണാടകത്തിലും സിക്കിമിലും ആന്ധ്രയിലും ബംഗാളിലും തെലങ്കാനയിലും കൊടുക്കുന്നതിൻ്റെ കണക്കും കൊണ്ട് ഇനി വരണ്ട. അതിൻ്റെ ഘട്ടം കഴിഞ്ഞത് 36 ദിവസമായില്ലേ. ഇനിയിപ്പോൾ 20-ാം തീയതി മുതൽ നിരാഹാരം ഇരിക്കാൻ പോവുകയാണ്. അപ്പോൾ തീരുമാനം എടുക്കേണ്ടതാരാ? സംസ്ഥാന സർക്കാരിന് തീരുമാനം എടുക്കാൻ കഴിയുന്ന കേസാണോ ഇത്? അല്ലല്ലോ. സംസ്ഥാന സർക്കാരല്ലോ ഈ സ്കീമും കൊണ്ട് വന്നത്. സ്റ്റേറ്റ് സ്കീം അല്ലല്ലോ ഇത് യൂണിയൻ ഗവൺമെൻറ് സ്കീമാണല്ലോ. ആ യൂണിയൻ ഗവൺമെൻറ് സ്കീമിലുള്ള വളണ്ടിയർമാരായിട്ടുള്ള ആശമാരുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അഡ്രസ്സ് ചെയ്ത് നിലപാട് പറയേണ്ടത് യൂണിയൻ ഗവൺമെൻറ്റാണ്, കേന്ദ്ര സർക്കാരാണ്. ആ നിലപാട് ലോക്സഭയിൽ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്, പരിഗണിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. ആ പരിഗണിക്കൽ അതെന്തുകൊണ്ടാണ്? കഴിഞ്ഞ ബുധനാഴ്ച ഇവരുണ്ടല്ലോ,
വനിതാ കമ്മീഷൻ്റെ മുൻ ദേശീയ അധ്യക്ഷ ആരാണ്, രേഖാ ശർമ്മ, അവരാണത് ഉന്നയിച്ചത്. ഹരിയാനയിൽ നിന്നുള്ള MP അവരുന്നയിച്ചപ്പോൾ കേരളത്തിൽ നിന്നുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അവരുന്നയിച്ചത് കൂടുതൽ മുഴക്കം വരുന്നത്, കാരണം ഭരണകക്ഷി MP ആണല്ലോ അവർ. അതുകൊണ്ട് അവരുന്നയിച്ചപ്പോഴാണ് മന്ത്രി പിറ്റേന്ന് മറുപടി പറയുന്നത്, ഇത് ഗവൺമെൻറ് ഗൗരവമായി പരിഗണിക്കുന്നൊരു വിഷയമാണ്, സമ്മതിച്ചേ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഗൗരവമായി പരിഗണിക്കുന്ന വിഷയമാണ് ഒരു ഇൻസെൻറ്റീവ് ഓണറേറിയം കൂട്ടുന്നത്. അത് അദ്ദേഹം പറയുന്നുള്ളൂ. ഇവരെ തൊഴിലാളികളായിട്ട് കൊണ്ടുവരുന്ന കാര്യം അദ്ദേഹം പറയുന്നില്ല. പിന്നെ JP നദ്ദ പറയുന്നില്ല. അത് ഇവർക്ക് 700 രൂപ വെച്ച് കൊടുക്കുന്ന കാര്യത്തെ പിന്നെ സംസാരിക്കേണ്ട കാര്യമേ ഇല്ല. ഇവരപ്പോഴും സ്കീം വർക്കേഴ്സാണ്. ഈ സ്കീം വർക്കേഴ്സിന് ഇൻസെൻറ്റീവും ഓണറേറിയവും കൂട്ടിക്കൊടുക്കുന്നതിനെക്കുറിച്ച് യൂണിയൻ ഗവൺമെൻറ് ആലോചിക്കുന്നു എന്നാണ് ലോക്സഭയിൽ JP നദ്ദ മറുപടി പറയുന്നത്. ജയചന്ദ്രൻ, അതല്ലേ യാഥാർത്ഥ്യം? ആ യാഥാർത്ഥ്യം ജയചന്ദ്രൻ വരാം. ഞാൻ BJPയുടെ പ്രതിനിധിയിലേക്ക് വീണ്ടും വരികയാണ്. ഉല്ലാസ്, താങ്കളിലേക്ക് വരികയാണ്. ഇപ്പോൾ നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജയചന്ദ്രൻ പറഞ്ഞു നിർത്തിയത് കേട്ടല്ലോ. കേന്ദ്രത്തിന് ഇത് പരിഗണിക്കുകയാണ് കേന്ദ്രം എന്ന് പറഞ്ഞു. കേന്ദ്രത്തിന് ഇത് ആ പരിഗണന അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർത്ത് വളരെ പെട്ടെന്ന് ഇവർക്ക് മാനം അംഗീകരിച്ചുകൊണ്ടുള്ളൊരു വേതനം കൊടുക്കാൻ തയ്യാറാകുമോ? 2, ഇവരുടെ തൊഴിൽ പദവി, ഈ സുരക്ഷാ ജോലിക്കാർ എന്ന പദവിയിൽ നിന്ന് അവരെ തൊഴിലാളികളാക്കുന്ന ഒരു രീതിയിലേക്ക് കേന്ദ്രം എത്തുമോ? ഒരു ചോദ്യം. 2, ഈ ജീവനക്കാരടക്കം ചേർന്നുകൊണ്ട് ഒരു അഖിലേന്ത്യാ പണിമുടക്ക് വരാൻ പോവുകയാണ്. മെയ് 20 വരാൻ പോവുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മുമ്പൊക്കെ ഇത്തരം ഔദ്യോഗിക അഖിലേന്ത്യാ പണിമുടക്കുകളിൽ പങ്കെടുത്തിരുന്ന BJPയുടെ തൊഴിലാളി സംഘടന BMS ഇത്തവണ ആ സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നാണ്. അങ്ങനെ ഒരു സംഘടനയ്ക്കും അങ്ങനെ ഒരു രാഷ്ട്രീയ കക്ഷിക്കും ചേരിക്കും തൊഴിലാളികളോട് കൂറുണ്ട് എന്ന് അവകാശപ്പെടാൻ കഴിയുമോ? ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത്തരം ജീവനക്കാരുടെ ആവശ്യം, തൊഴിലാവശ്യങ്ങൾ അംഗീകരിക്കുമോ, അത് പെട്ടെന്ന് തീർക്കുമോ? 2, ഇത്തരം ജോലിക്കാർ മുഴുവൻ കൂട്ടായി ഉയർത്താൻ പോകുന്ന ആ അഖിലേന്ത്യാ പണിമുടക്കിൽ BMS പങ്കെടുക്കുമോ? BMS അതിനോട് അവരുടെ ആവശ്യങ്ങളോടൊരു നിലപാട് പ്രഖ്യാപിക്കുമോ? ഉല്ലാസ്. ചന്ദ്രശേഖർജി, വളരെ സന്തോഷം രണ്ടാമത് എന്നിലേക്ക് വന്നത്. ബഹുമാനായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ ജയചന്ദ്രൻജി പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞ് 36 ദിവസമായി ഇനി കർണാടക, പഞ്ചാബ്, ഹൈദരാബാദ് ഇത്യാദി സ്ഥലങ്ങളിലേക്കൊന്നും നോക്കേണ്ടത് എങ്ങനെ തീർക്കാം എന്ന് നോക്കണമെന്നുള്ളത്. അതിൻ്റെ തൊട്ട് മുൻപായിട്ട് ബഹുമാന്യനായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ, വളരെ സീനിയറായിട്ടുള്ള ചന്ദ്രശേഖർജി ചോദിച്ചൊരു ചോദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങ് കന്നഡയിലും തെലുങ്കിലും മലയാളത്തിലും തമിഴിലും ഒക്കെയുള്ള ഈ ഓണറേറിയത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞു. അതിന് എന്ത് വാക്കുകളാണ് ഉപയോഗിക്കുക എന്നത്. അത് ആ ബഹുമാനമാണ് ഇവിടെ ഞങ്ങൾ ഈ അമ്മമാർക്കും കൊടുക്കുന്നത്. ബഹുമാനായിട്ടുള്ള ചന്ദ്രശേഖർജിയും വിജിനൊക്കെ ഈ ചർച്ചയിൽ അങ്ങനെ തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷേ അങ്ങനെയല്ല സർ. ഉമ്മ വെച്ചു എന്ന് ചോദിച്ചത്, പാട്ടക്കുലുക്കികൾ എന്ന് വിളിച്ചത്, അരാജക രാഷ്ട്രീയത്തിന്റെ വാദികൾ എന്ന് വിളിച്ചത് ഇതേ ഓണറേറിയം കൊടുത്ത അമ്മമാരെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരാണ്. അവർക്കൊക്കെയുള്ള മറുപടി അല്ലേ ഉല്ലാസേ? ഈ വേതനം പ്രഖ്യാപിച്ചാൽ, അവരുടെ തൊഴിൽ പദ്ധതി മാറ്റിയാൽ, അവരെ തൊഴിലാളികളായിട്ട് അംഗീകരിച്ചാൽ അവർക്കൊക്കെയുള്ള ചുട്ട മറുപടി, താങ്കൾ പറഞ്ഞ CITU നേതാവിനും കൂട്ടർക്കും ഒക്കെയുള്ള ചുട്ട മറുപടി ശരിക്കും അതല്ലേ? അല്ല ചാനലിലിരുന്ന് വക്താക്കളെ കൊണ്ട് വാഗ്ദാടി കാണിക്കലിൽ മാത്രമാണോ അവരോടുള്ള കൂറ് വേണ്ടത്? അവരെ തൊഴിലാളികളായി അംഗീകരിക്കുമോ? അവർക്ക് അവരുടെ വേതനത്തെ മാനിച്ചുകൊണ്ട് അർഹമായ ഒരു ജോലി കൊടുക്കുമോ? 3, അവരുടേതുപോലുള്ള അവശ തൊഴിലാളികൾ നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്കിനോട് നിലപാട് പ്രഖ്യാപിക്കുമോ? കൃത്യമായ ചോദ്യങ്ങളാണ്. അത് പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് പറയാനുള്ള എന്ത് വേണമെങ്കിലും പറയാം, എനിക്കൊരു വിരോധമില്ല. ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് ദയവായി ഉല്ലാസ്. എന്ത് വേണമെങ്കിലും ഞാൻ CPM അല്ലാത്തതുകൊണ്ട് എന്ത് വേണമെങ്കിൽ പറയില്ല. അങ്ങ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നുള്ളൂ. അങ്ങ് ചോദിച്ചൊരു കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഞാൻ ചോദിച്ചിട്ട് അങ്ങ് ഇത് ഒന്ന് പറഞ്ഞോട്ടോ സർ. കഴിഞ്ഞിട്ട് അങ്ങനോട് ചോദിച്ചോളൂ, എന്ത് ചോദിച്ചാലും ചോദിച്ചാൽ. കാരണം അങ്ങ് എന്നെയൊക്കെ സീനിയറാണല്ലോ. അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം. അങ്ങ് പറഞ്ഞു ഇതല്ലേ അവർക്കുള്ള മറുപടി, കേന്ദ്രം തീരുമാനിക്കലല്ലേ അവർക്കുള്ള മറുപടി അല്ലെന്ന്. അങ്ങയെ തെമ്മാടി എന്ന് വിളിച്ചിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വെച്ച് കഴിഞ്ഞാൽ ആ വിളിച്ചത് പോയോ?
അത് ഒരു മോശകരമായ കാര്യം തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് കേന്ദ്ര സർക്കാർ എടുക്കുന്ന തീരുമാനവുമായിട്ടൊരു ബന്ധമില്ല, കേരള സർക്കാരിൻ്റെ തീരുമാനവുമായിട്ട് ബന്ധമില്ല. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ ആശാ വർക്കർമാരോട് പരിപൂർണമായിട്ടുള്ള പിന്തുണയും ഒപ്പം തന്നെ ഇവരുടെ വേതന വ്യവസ്ഥ എന്ന് പറഞ്ഞ ഓണറേറിയം അടക്കമുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് കൂട്ടണമെന്നും അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നും JP നദ്ദാജി ബഹുമാനനായിട്ടുള്ള ആരോഗ്യമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ആ മന്ത്രി ഈ സമരത്തെ ഒരു കാരണവശാലും നിങ്ങൾ നേരത്തെ പറഞ്ഞ വാക്കുകളൊന്നും വിളിച്ചിട്ട് അധിക്ഷേപിച്ചിട്ടില്ല എന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ആശാ അമ്മമാരുടെ ഒരു പ്രതിനിധിയെ കൂടി നിങ്ങൾ ഈ ചർച്ചയിൽ വിളിക്കണമായിരുന്നു. ആ അമ്മമാരോട് നിങ്ങൾ കൃത്യമായി ചോദിക്കണം, എന്തിനാണ് നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങളാണ് ഇത്ര കാര്യങ്ങൾ ആശാ വർക്കർമാർക്ക് ചെയ്തു കൊടുത്തത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനിയും അത് തുടരും എന്ന് 21 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും അതിനു മുൻപ് CITയുടെ നേതൃത്വത്തിലുള്ള എളാരമരം കരീം അടക്കമുള്ള ആളുകൾ സമരം ചെയ്ത വിഷയത്തിലുമൊക്കെ എന്തിനായിരുന്നു നിങ്ങൾ സമരം ചെയ്തിട്ടുണ്ടായിരുന്നത്? എന്തിനായിരുന്നു നിങ്ങൾ ഇവർക്ക് വാഗ്ദാനം കൊടുത്തത്? ആ വാഗ്ദാനം പാലിക്കണമെന്ന് തന്നെയാണ് കേരളത്തിലെ സർക്കാരിനോട് ആശാ അമ്മമാരുടെ ഇന്നത്തെ സമരം ആവശ്യപ്പെടുന്നത്. ആ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് സാധിക്കില്ല ചന്ദ്രശേഖർജി, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിക്കില്ല ചന്ദ്രശേഖർജി. 36 ദിവസമായാലും 360 ദിവസമായാലും അവരോട് കിടന്നോട്ടെ എന്നുള്ളൊരു തീരുമാനമാണോ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നിങ്ങൾ കേന്ദ്രത്തിന്റെ നിറകിലേക്ക് ഇട്ടിട്ട് കാര്യമില്ല. കേന്ദ്രത്തിന്റെ നിറകിലേക്ക് പ്രഖ്യാപിക്കാവുന്ന നിലപാട് അതാണ്, എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഇനി അതിൽ കൂടുതൽ നിന്നിട്ട് കാര്യമില്ല. വസന്ത് സിറിയാക്, ഞാൻ ചോദിക്കുകയാണ് താങ്കളോട്, വസന്ത് സിറിയാക്, ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, ഇവരുടെ പ്രശ്നം, മനുഷ്യരുടെ പ്രശ്നങ്ങൾ സ്ഥായിയായി പരിഹരിക്കലാണ് നമ്മളൊക്കെ ഒരു ഗിവൺ സിറ്റുവേഷനിൽ ആഗ്രഹിക്കുന്നത്. ആശാ വർക്കർമാരും അംഗൻവാടി ജീവനക്കാരും ഒക്കെ അർഹിക്കുന്നത് ശരിയായ അവരുടെ തൊഴിൽ അംഗീകരിക്കുകയും അതിന് അവരുടെ സാമൂഹികവും സാംസ്കാരികവും ഒക്കെയായ ജീവിതാവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള വേതനം ലഭിക്കലുമല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ജോലി സങ്കല്പിച്ച, കൺസീവ് ചെയ്ത ദേശീയ തലത്തിൽ തന്നെയല്ലേ അതിന് പരിഹാരം ഉണ്ടാവേണ്ടത്? അതിന് താഴെയാണല്ലോ ആ തീരുമാനത്തിന് അതിൻ്റെ നടത്തിപ്പുകാരാണ് സംസ്ഥാന സർക്കാരുകൾ കൂടി നിൽക്കേണ്ടത്. ആദ്യത്തെ തീരുമാനം കേന്ദ്രത്തിൽ നിന്ന് തന്നെയല്ലേ ഉണ്ടാകേണ്ടത്? വസന്ത്. അല്ല, അതിലൊരു പ്രശ്നമുണ്ട്. ഒന്ന്, MJ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. എന്താണ് MJ പറഞ്ഞത്? നിലവിൽ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. സിക്കിമിലാണോ കർണാടകയിലാണോ ഏറ്റവും കൂടുതൽ എന്ന് പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെയാണ് ഇടതു പ്രതിനിധി പ്രിയപ്പെട്ട MLA വിജിൻ പറഞ്ഞതിൻ്റെ അകത്ത് ഒരു ഫാക്ച്വൽ എറർ ഉള്ളത്. കേരളത്തിലല്ല, അത് സിക്കിമിലാണ് എന്ന് വളരെ ക്ലിയർ ആയി ശ്രീ രാഹുൽ മാങ്കൂട്ട MLA നിയമസഭയിൽ അടക്കം റൂൾ പ്രകാരം റിപ്പോർട്ടുണ്ട്. രണ്ടാമത് ഞാൻ പ്രിയപ്പെട്ട MLA ശ്രീ വിജിൻ സംസാരിക്കുമ്പോൾ ഉയർത്തി കാണിച്ചത് ഡെക്കാൻ ക്രോണിക്കലിന്റെ റിപ്പോർട്ടാണ്. ഡെക്കാൻ ക്രോണിക്കലിന്റെ റിപ്പോർട്ട് കർണാടകയിൽ ഞങ്ങളുടെ സർക്കാരിനെതിരെയുള്ള സമരത്തെ പറ്റിയുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ആ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആശാ വർക്കർമാരുടെ കർണാടകയിലെ സമരം ഞങ്ങളുടെ സർക്കാരിനെതിരെയുള്ള സമരം തന്നെയാണ് കേട്ടോ. ഇതാ ആ സമരമാണിത്. ആ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കർണാടക ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ടുള്ള ദിനേശ് ഗുണ്ടറാവു അതിനുശേഷം ഗവൺമെന്റ് ഓർഡറും വന്നു. 8,000 രൂപയായിരുന്നതിൽ നിന്ന് 9,500 രൂപയായി കർണാടക ഗവൺമെന്റ് ഹോണറേറിയം വർദ്ധിപ്പിച്ചു. ഇനി അങ്ങയുടെ ചോദ്യം, ബഹുമാനപ്പെട്ട NP ചന്ദ്രശേഖരൻജിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം, അങ്ങ് ചോദിക്കുന്നത് കേന്ദ്രത്തിനെതിരായല്ലേ സമരം ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചില്ല. ആദ്യം ആക്ട് ചെയ്യേണ്ടത്, ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷൻ വരേണ്ടത് കേന്ദ്രത്തിൽ നിന്നല്ലേ എന്നാണ് എന്റെ ചോദ്യം. ദയവായി ചോദ്യങ്ങൾ കൂടി താങ്കൾ പറയാതിരിക്കുക. തീർച്ചയായും ശ്രീ NP ഇവർക്കൊരു ആവലാതിയുണ്ട്, അവരത് അവർക്ക് പറ്റുന്ന രീതിയിൽ ചൂണ്ടിക്കാണിച്ചു. ഞാൻ ആ സ്ത്രീകളെ തള്ളി പറയാനൊന്നുമില്ല. അവർ ഒരു ആവലാതി ചൂണ്ടിക്കാണിച്ചാൽ അത് അവർ പറഞ്ഞതിൻ്റെ അപ്പുറം മാനങ്ങളോടുകൂടി വ്യാപ്തിയോടുകൂടി നമ്മൾ ഉൾക്കൊണ്ട് നമ്മളെത്തേണ്ട നിഗമനം, അവരുടെ അവശതകളുടെ സ്ഥായിയായ പരിഹാരം ആദ്യം ദേശീയ തലം, കേന്ദ്ര സർക്കാരൊക്കെ വിട്, നരേന്ദ്രമോദിയുടെ മുഖം മനസ്സിൽ നിന്ന് മാറ്റ്. അദ്ദേഹത്തിനെ ഒന്നും അല്ല കുറ്റപ്പെടുത്തുന്നത്. ദേശീയ നയം ആദ്യം ശരിയാവണം. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സംസ്ഥാന നയം അതിനനുരോധമായി പറ്റുമെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി നടപ്പാക്കാൻ കഴിയണമെന്നല്ലേ ചെയ്യേണ്ടതെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, അതിന്റെ ഒരു പ്രശ്നം ഞാൻ പറയാം. അങ്ങനെ ചോദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ശ്രീ NPC. കാര്യം എന്താണെന്നറിയാമോ? അധികാരത്തിന്റെ ഭ്രമം ബാധിച്ച് CPM-ൽ നിന്ന് അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് സമരങ്ങളോട് പുച്ഛമുണ്ടാവും. പക്ഷെ അങ്ങേപോലെ സമരങ്ങളെയൊക്കെ പലരും പുച്ഛിച്ചിട്ടുണ്ട്. വിമോചന സമരം എല്ലാവരും അംഗീകരിച്ചതാണോ? ഒരെണ്ണ സമരം അതെല്ലാവരും പാടിപ്പുകഴ്ത്തുകയായിരുന്നോ? വെളുത്തുള്ളി കായൽ സമരം എല്ലാവരും പാടിപ്പുകഴ്ത്തുകയാണോ? അയ്യങ്കാളിക്കെതിരെ നടന്ന തരിശിടൽ സമരം അങ്ങ് അതിനെ പാടിപ്പുകഴ്ത്തിയിരുന്നോ?
മുലക്കച്ച കീറൽ സമരത്തെ ആരാണ് അനുകൂലിച്ചിരുന്നത്? എല്ലാ സമയത്തും ചില സമരത്തിന്റെ ഉള്ളടക്കത്തോട് പലരും പ്രതികരിച്ചു എന്ന് വരും. അതൊന്നും ഇതിലേക്ക് കൂട്ടിക്കൊടുക്കല്ലേ. ഞാൻ ചോദിച്ചത് ഇപ്പൊ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരോടും മറ്റേ അങ്കണവാടി ജീവനക്കാരോടും നീതി ചെയ്യേണ്ടത് എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്, ഏത് നിലയ്ക്കാണ് അവസാനിക്കേണ്ടത് എന്ന ലളിതമായ ഒരു ചോദ്യമാണ്. മറ്റുള്ളതിലേക്ക് പോകാതെ ദയവ് ചെയ്ത്. അതിന് ഉത്തരം തന്നെയാണ് 8:44 സമയബോധം കൂടി ഉണ്ടാവട്ടെ. എനിക്ക് വളരെ കുറച്ച് സമയമാണ് ഈ ചർച്ച. ഒരു മിനിറ്റ് കൂടി ശ്രീ NBC. അതുകൊണ്ട് ഇപ്പോഴും പ്യുവർ ലെഫ്റ്റ് ആയി ചിന്തിക്കുന്നു ഞാൻ വിശ്വസിക്കുന്ന അങ്ങ് ഏത് സമരത്തെ ആണെങ്കിലും 6 സമരത്തെ ആണെങ്കിലും ലെഫ്റ്റ് ആയ ഒരാൾക്ക് തള്ളി പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അധികാരത്തിന്റെ ബാധിച്ച മറ്റു പലർക്കും അത് പറ്റുകയും ചെയ്യും. അവരത് ചെയ്തോട്ടെ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്നു ഹോണറെ ഈ അമ്മമാരുടെ ആശാ അമ്മമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്തായിരുന്നു? 3 മാസത്തെ കുടിശ്ശിക അത് പൂർത്തീകരിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ ഏറെക്കുറെ തീരുമാനമായി. അത് സമരത്തിന് ഇറങ്ങിയതിന് ശേഷമാണെന്ന് ഓർക്കണം. രണ്ടാമത് അവർ ആവശ്യപ്പെടുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് അതിന് ഏത് പേരിട്ട് വിളിച്ചാലും ആ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്നതിന്റെ തെളിവ് എന്താണെന്ന് അറിയാമോ? ആ തെളിവ് നിങ്ങൾ വലിയ പ്രൗഡ്ലി നിങ്ങൾ പറയുന്നില്ലേ, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആയിരുന്നപ്പോൾ 500 1000 ആക്കി നിർത്തി, ഞങ്ങൾ വന്നപ്പോൾ ആ 1000 6000 ആക്കി, പലർക്കും 4000 3000 ഒക്കെ കിട്ടുന്നത്, പോട്ടെ 6000 ആക്കി 7000 ആക്കി എന്നൊക്കെ പറയുന്നില്ലേ? അത് നിങ്ങൾക്ക് ആക്കാൻ സാധിച്ചെങ്കിൽ ഇനി അത് 10000 ആക്കാനും നിങ്ങൾക്ക് സാധിക്കും. കർണാടക ഗവൺമെന്റിന് 9500 ആക്കാൻ പറ്റുമെങ്കിൽ സിക്കിം ഗവൺമെന്റിന് അത് 10000 ആക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. പിന്നെ എവിടെയാണ് പ്രശ്നം? ആശാ വർക്കേഴ്സ് എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അവർ 43 ജോലികൾ ചെയ്യുന്നുണ്ട് രാജ്യത്തൊരിടത്തും. ഒരു അതിലൊന്നും തർക്കമില്ല. ഞാൻ ഇക്കാര്യം മാത്രമാണ് ചോദിച്ചത്. നമ്മുടെ BJPയുടെ പ്രതിനിധി ഉല്ലാസും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി വസന്തും സംസാരിച്ചു. ഇനി മറ്റുള്ളവരുടെ ഊഴമാണ്. ഞാൻ അതിലേക്ക് വരികയാണ്. ജയചന്ദ്രൻ, ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, സത്യത്തിൽ ഇത്തരത്തിൽ സംഭവവികാസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും ഈ ആശാ വർക്കർമാരുടെ സമരം എന്തായാലും അതിൻ്റെ ഫലമായിട്ട് അവരുടെ പ്രശ്നങ്ങളിലേക്ക് സമൂഹത്തിൻ്റെ ശ്രദ്ധ വേണ്ട പോലെ ചെന്നിട്ടുണ്ട്. ഇതേ ആവശ്യങ്ങൾ CITU ഒക്കെ നേരത്തെ, CITUവിൻ്റെ സംഘടനയൊക്കെ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. അവർ ദേശീയ തലത്തിൽ പോയി തന്നെ ദില്ലിയിൽ പോയി സമരമൊക്കെ ചെയ്തിട്ടുമുണ്ട്. എന്നിട്ട് പോലും ശ്രദ്ധിക്കാത്ത വിധം നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ പ്രത്യേകതകൾ കൊണ്ടാണ് മാധ്യമങ്ങളൊക്കെ ഈ സമരം വല്ലാതെ ശ്രദ്ധിക്കുകയും നല്ല രീതിയിൽ ജനങ്ങളിലേക്ക്, നല്ല രീതിയിലും അതിൻ്റെ അപ്പുറത്തും നിന്ന് ജനങ്ങളിലേക്ക് കാണിക്കുകയും ചെയ്തു. അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പോഴും പറയുന്നത് ഇതൊരു ദേശീയ പ്രശ്നമാണ്, ദേശീയ പരിഹാരമാണ് അതിനുണ്ടാകേണ്ടത് എന്ന ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. ഇന്നത്തെ നമ്മുടെ ചർച്ച, ഞാൻ തുടങ്ങിയ ആമുഖം അങ്ങനെയാണ്. 3 സമരം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അത് നമ്മുടെ മുന്നിൽ പലതരം കാഴ്ചകൾ വയ്ക്കുന്നു. ആ കാഴ്ചകൾ വെച്ച് നമ്മളെന്ത് ഒരു തീരുമാനം എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് എന്നാണ്. ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് ഒരു വാർത്ത വയ്ക്കുകയാണ്. ആ വാർത്ത KPCCയുടെ ഔദ്യോഗിക ചാനലായ ജയ്ഹിന്ദ് TVയുടെ വാർത്തയാണ്. അവർ സ്ത്രീകളുടെ സമരക്കൊടുങ്കാറ്റിൽ വിറച്ച് സർക്കാർ, ഇനി ആശമാർക്കൊപ്പം അവകാശങ്ങൾ നേടിയെടുക്കാൻ അംഗൻവാടി ജീവനക്കാരും എന്നാണ്. അംഗൻവാടി എന്നാണ് അവരുടെ സ്റ്റൈല്, അംഗൻവാടി ജീവനക്കാർ. അപ്പോൾ ആശാ വർക്കർമാർ നടത്തിയ ഉപരോധ സമരത്തോടൊപ്പം അംഗൻവാടി ജീവനക്കാർ കൂടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ രാപ്പകൽ സമരം ആരംഭിച്ചതോടെ ആയിരക്കണക്കിന് സ്ത്രീകളുടെ പ്രതിഷേധ സംഗമവേദിയായി തലസ്ഥാനം മാറി. ആ വാർത്ത 2 വാർത്തകളും ചേർത്തിട്ടുള്ള ഒറ്റ വാർത്തയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പറയുന്ന ഇതാണ്, സ്ത്രീകളുടെ സമര കൊടുങ്കാറ്റിൽ ഭരണകൂടത്തെ വിറപ്പിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നതെന്ന് ഇരു സമരവേദിയിലും എത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. 2 സമരവേദികൾ, ആ സമരത്തിൽ പങ്കെടുക്കുന്നത് സ്ത്രീകൾ. അത് ഭരണകൂടത്തെ, കേരളത്തിലെ സർക്കാരിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഇളക്കി മറിക്കുന്നു. ഒരു കാഴ്ചപ്പാട്, ഒരു പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേക ശൈലി ഇതിലൂടെ ചുരുൾ നിവരുന്നത് താങ്കൾ കാണുന്നുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്, ഈ സ്ത്രീകളായ പാവങ്ങളായ സമരക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് SUCI ആരംഭിച്ച ഒരു സമരത്തോട് കോൺഗ്രസും BJPയും കൈകോർക്കുന്നു. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കോൺഗ്രസും BJPയും തന്നെ നടക്കുന്നു. കോൺഗ്രസ്സിന് കനകോലു പറഞ്ഞു കൊടുത്തതാണോ SUCIയെ രാഷ്ട്രീയ മാതൃകയാക്കൂ എന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആ തരത്തിൽ തോന്നുമാറ് SUCIയുടെ അതേ ശൈലിയിൽ തന്നെ ഒരു മറ്റ് സ്ത്രീ ജീവനക്കാരുടെ പ്രശ്നം മുന്നിൽ നിർത്തിക്കൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ശത്രു സംസ്ഥാന സർക്കാരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷം സമരം ആരംഭിക്കുന്നു. എന്തൊരു തരം രാഷ്ട്രീയ ഫോർമുലയാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്? കേരളം ഇതിലൂടെ കാണുന്ന രാഷ്ട്രീയ കാഴ്ച എന്താണ്? ജയചന്ദ്രൻ. NBC അതിൽ
കനകോലുവിൻ്റെ ഒരു അഡ്വൈസ് കൃത്യമായിട്ട് വരുന്നുണ്ട് അതിൽ. അത് മറ്റൊന്നുമല്ല, സർക്കാരിനെതിരെ നിരന്തരം ഈ സർക്കാർ അധപ്പതിച്ച മോശപ്പെട്ട സർക്കാരാണെന്നുള്ള പ്രതീതി നിരന്തരം ഉയർത്താൻ കഴിയുന്ന തരത്തിൽ നിരന്തര സമരങ്ങൾ വേണം. ഇതാണ് കനകോലുവിൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത്. ആ അഡ്വൈസിന് അനുസരിച്ച് ആണ് ഇത്തരത്തിൽ സമരങ്ങൾ വരുന്നത്. ഞാൻ ആദ്യഘട്ടത്തിൽ ചർച്ചയിൽ പറഞ്ഞ കാര്യത്തിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. കാരണം ഇതൊരു തൊഴിലാളി സമരമല്ല. ഇത് നമ്മുടെ ഓണറേറിയവും ഇൻസെൻറ്റീവും കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനൊരു സമരം, അതെന്തൊരു സമരമാണെന്ന് സമരം ചെയ്യുന്നവരെങ്കിലും ആലോചിക്കണ്ടേ? ആരെങ്കിലും അങ്ങനെ അത്തരത്തിൽ അത്തരത്തിൽ ചർച്ച കൊണ്ടുവരാറുണ്ടോ ആരെങ്കിലും? ഇൻസെൻറ്റീവ് ഓണറേറിയവും ആണ് ഞങ്ങൾക്ക് കൂട്ടേണ്ടതെന്ന് ഒരു ഭാഗത്ത് സമരത്തിന് വേണ്ടി ന്യായം പറയുക, അതേ നാവ് കൊണ്ട് തന്നെ മറുഭാഗത്ത് പറയുക ഞങ്ങൾക്ക് വേണ്ടതെന്താണ്, ഒരു ദിവസം 700 രൂപ പകരം മാസം 21,000 രൂപ വേണം, 62 വയസ്സിൽ പിരിയുമ്പോൾ 5 ലക്ഷം രൂപ വേറെയും വേണം. ഇതെങ്ങനെ ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെട്ടു പോകുന്ന ഏതെങ്കിലും ഒരു പോയിൻ്റ് ഉണ്ടാവണ്ടേ NBC? അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല. എന്നിട്ട് ഇന്നത്തെ പ്രഖ്യാപനം എന്താണ്? ഇന്നത്തെ പ്രഖ്യാപനം 20-ാം തീയതി മുതൽ നിരാഹാരം, 3 പേർ നിരാഹാരം അനുഷ്ഠിക്കുന്നു. എന്തിനാണ് നിരാഹാരം അനുഷ്ഠിക്കാനുള്ള അവരുടെ മുദ്രാവാക്യം എന്താണ്? ഇതാണ്, ഈ പറഞ്ഞതാണ്, 700 രൂപ പ്രതിദിനം കിട്ടണം, 62 വയസ്സാകുമ്പോൾ പിരിയുമ്പോൾ 5 ലക്ഷം രൂപ കിട്ടണം. ഇത് ആര് തരണം? സംസ്ഥാന സർക്കാർ തരണം. നടക്കുന്ന കാര്യമാണോ? സംസ്ഥാന സർക്കാർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ കേന്ദ്ര ഗവൺമെൻറ് സ്കീം വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ വളണ്ടിയർമാരല്ലാതിരിക്കണം. ഇവിടുത്തെ ആരോഗ്യവകുപ്പിൽ ഇവിടുത്തെ സംവിധാനത്തിൽ എടുക്കപ്പെട്ടവരാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റൂ. ഇത് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാഞ്ഞിട്ടല്ല, അറിയാൻ വയ്യാത്ത ആൾക്കാരില്ലാഞ്ഞിട്ടുമല്ല. പക്ഷേ പ്രശ്നം ഇതാണ്, കനകോലു സിദ്ധാന്തമുണ്ടല്ലോ, അഡ്വൈസ് ഉണ്ടല്ലോ, അവിടെ നിരന്തര സമരം, അവർ പ്രതീതി നിർമ്മിക്കുക. ആ പ്രതീതി നിർമ്മിക്കാൻ വേണ്ടിയുള്ള നിരന്തര സമരത്തിൻ്റെ ഭാഗമായാണ് ഇനി 20-ാം തീയതി മുതൽ തുടങ്ങാൻ പോകുന്ന ഈ നിരാഹാരവും വരുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നം എങ്ങോട്ടാണ് കേരളത്തിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഈ JP നദ്ദ എന്ന് പറഞ്ഞ കേന്ദ്ര ക്യാബിനറ്റ് മിനിസ്റ്റർക്ക് പാർലമെൻറ്റിൽ ഞങ്ങളിതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 3 വാക്കുകൾ എന്തുകൊണ്ട് പറയേണ്ടി വന്നു? ആ 3 വാക്കുകൾ ഇവിടുത്തെ നിയമസഭയിൽ പറയേണ്ടി വരുന്നില്ലല്ലോ ഇവിടുത്തെ ആരോഗ്യമന്ത്രിക്ക്. കാരണം നമ്മളല്ല ഇത് തീരുമാനിക്കുന്നത് പാർലമെൻറ്റിലാണ്, അവർക്ക് അധികാരമുള്ളൂ. അതുകൊണ്ടാണ് ഇവിടുത്തെ ആരോഗ്യമന്ത്രിക്ക് ഇവിടെ അത് പറയാൻ അധികാരമില്ലാത്തത്. അധികാരമുള്ളത് അവർക്കാണ്, പാർലമെൻറ്റിലുള്ളവർക്ക് അധികാരമുള്ളൂ. അപ്പോൾ അത് പ്രാഥമികമായി ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം ഇതാണ് എന്നുള്ളത് ഈ സമരക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാത്തവരാരുമില്ല. NBC എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതാണ് പ്രശ്നം, പ്രതീതി നിർമ്മിക്കണം. ഈ സർക്കാർ വിരുദ്ധമായ പ്രതീതി നിർമ്മാണം അതിൽ നിരന്തരം ഏർപ്പെട്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ പിന്തുണ കൊടുക്കുന്നവരാണ് മാധ്യമങ്ങൾ. അതാണ് താങ്കൾ മുമ്പേ വായിച്ച ജയ്ഹിന്ദിൻ്റെ മാത്രമൊന്നുമല്ല കേട്ടോ. ഞാനിന്ന് മറ്റ് 2-3 ചാനലുകളും ശ്രദ്ധിച്ചു. എല്ലാവരും ഒരു കാര്യത്തിൽ യോജിക്കുന്നുണ്ട്. 1000 പേരാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് നടയിലെത്തിയത്. വേറെ ഒരു ഓൺലൈനിൽ മാത്രമാണ് 106 പേരെന്ന് കണ്ടത്. പക്ഷേ ബാക്കി എല്ലാവരും ചാനലുകളെല്ലാം പറഞ്ഞത് 1000 പേരെത്തി, സർക്കാരിനെ വിറപ്പിച്ച് കളഞ്ഞു 1000 പേരുടെ പ്രതിരോധം കൊണ്ട്. ഇതാണ് മറ്റ് ചാനലുകൾ പ്രക്ഷേപണം ചെയ്ത വാർത്ത. ഞാൻ 3 ചാനലുകളെ നോക്കിയുള്ളൂ. താങ്കൾ ജയ്ഹിന്ദിനോട് പറഞ്ഞപ്പോഴത്തേക്ക് 4 എണ്ണമായി. അതാണ്, ആ പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. ആ പ്രതീതി ഉണ്ടാക്കി വെച്ചുകൊണ്ടിരുന്നാൽ തൊഴിൽ സമരമല്ലാത്ത ഒരു സമരത്തിനെ എങ്ങനെ തൊഴിൽ സമരത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കുന്ന അടുത്ത നടപടി. അത് എത്ര ശ്രമിച്ചാലും നടക്കില്ല. അത് വീണ്ടും ആ പരിഗണനയും തീരുമാനവും ഉണ്ടാവേണ്ടത് യൂണിയൻ ഗവൺമെൻറ് ഭാഗത്തു നിന്നാണ്, കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ്. അതില്ലാത്ത കാലത്തോളം ഇതിങ്ങനെ പോകാനേ കഴിയൂ. ആ സമരം എത്ര കാലം ചെയ്യണമെന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ എന്നുള്ള ദൗർഭാഗ്യത്തിലേക്ക് അവരെ അഴിച്ചു വിടുകയാണ് ഈ സമരത്തിൻ്റെ മുന്നണിയിലും പിന്നണിയിലും നിൽക്കുന്നവർ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ജയചന്ദ്രൻ വരാം. വിജിൻ, കാഹളവുമായി അങ്കണവാടി വർക്കേഴ്സ് വരുന്നത്. അവരും കുറച്ച് വ്യത്യസ്തതയുണ്ട് അവർക്ക്. താങ്കൾ ഏതാണ്ട് പറഞ്ഞു പൂർണ്ണമായല്ലോ. വിജിൻ, സമയം തീരുകയാണ്. ജയചന്ദ്രൻ കേൾക്കാനില്ലേ ഞാൻ പറയുന്നത്? ഞാൻ ഇടപെടുന്നു. വിജിൻ, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഇന്ന് LDF കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളമുടനീളം രാജ്ഭവൻ്റെ മുന്നിലടക്കം സമരം നടത്തുകയും ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് 6492 കോടി രൂപയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കേന്ദ്രവിഹിതമായി കേരള സർക്കാരിന് കിട്ടാനുള്ളത്. നടപ്പ് വർഷത്തെ കുടിശ്ശിക 4174 കോടി രൂപയാണ്. മുൻവർഷങ്ങളിലെ 2318.
ഇത്രയേറെ, അതായത് 6500ഓളം കോടി ലക്ഷം രൂപ ഇങ്ങനെ നിൽക്കുമ്പോൾ 6500 ലക്ഷം കോടി രൂപ ഇങ്ങനെ നിൽക്കുമ്പോൾ കേരളത്തിന് അതിൻ്റെ സാമൂഹ്യ ബാധ്യതകൾ, അതിൻ്റെ പ്രതിബദ്ധതകൾ നിറവേറ്റുന്നതിന് അത് തടസ്സമാണ്. ഈ രീതി മാറ്റിയാൽ ഇതിലും മാനമായിട്ട് പാവങ്ങളെ, അവഗണിതരെ ഞങ്ങൾ സംരക്ഷിക്കും എന്നൊരു ഉറപ്പ് ജനങ്ങൾക്ക് കൊടുക്കാൻ, അത് ഈ അംഗനവാടി ജീവനക്കാർക്കും അത് ഈ ആശാവർക്കർമാർക്കും ഒക്കെ കൊടുക്കാൻ കേരള സർക്കാരിൻ്റെ പ്രതിനിധി അല്ലെങ്കിലും അതിന് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഈ ചർച്ചയിൽ കഴിയുമോ? കേന്ദ്ര വിരുദ്ധ വശം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് എന്ന് ആ സമരം ചെയ്യുന്ന തൊഴിലാളികളോട് ഓരോരുത്തരോടും വ്യക്തിപരമായി അഭ്യർത്ഥിക്കാൻ താങ്കൾ ഈ അവസരം ഉപയോഗിക്കുമോ? വിജിൻ. തീർച്ചയായും ഇവിടെ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യം, ആ ചോദ്യത്തിനോട് കോൺഗ്രസിൻ്റെയോ ബി ജെ പിയുടെ പ്രതിനിധി ഒരക്ഷരം പോലും മിണ്ടിയില്ല. ശ്രീ NP ചന്ദ്രശേഖരൻ അങ്ങ് വളരെ ഗൗരവപൂർവ്വം ഇത് ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമാണ്. ഒന്ന്, തൊഴിലാളിയായി ഇവരെ അംഗീകരിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഓണറേറിയം കേന്ദ്രം വർദ്ധിപ്പിക്കും. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ മുദ്രാവാക്യമാണ് നമുക്ക് ഒന്നിച്ച് ഡൽഹി ഏറ്റെടുക്കേണ്ടത്. അത് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും പ്രതിനിധി ബോധപൂർവം അത് മറച്ചു വെക്കുകയാണ്. നാടോടിക്കാറ്റ് സിനിമയിലെ പോലെ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധിയുടെ ശബ്ദത്തിന് ഒരേ രീതിയുണ്ട് എന്നതുപോലെ ഒരേ ശബ്ദമാണ് രണ്ടുപേരിൽ നിന്നും വരുന്നത് എന്നത് വളരെ ഗൗരവമായ ഒന്നാണ്. ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി വളരെ തന്ത്രപൂർവ്വം ശ്രീ ഉല്ലാസ് ബാബു അദ്ദേഹം ശ്രമിച്ചത് എന്താ? കണക്ക് കൊടുത്തില്ല എന്നാണ്. എങ്ങനെയാണ് അങ്ങേക്ക് ഇത് പറയാൻ സാധിക്കുക? ഈ കേരളത്തെ നേരത്തെ ശ്രീ NPC ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് കിട്ടാനുള്ള കുടിശ്ശിക എത്രയാണ്? ഞാൻ ഓരോന്നും പറഞ്ഞാൽ UGC ശമ്പള പരിഷ്കരണ കുടിശ്ശിക 750 കോടി, നഗരവികസന ഗ്രാൻഡ് 546, ഗ്രാമവികസനം ഗ്രാൻഡ് 1008, നെല്ല് സംഭരണം ഉൾപ്പെടെ 790, വിവിധ ദുരിതാശ്വാസങ്ങൾക്ക് 138, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ 69 കോടി, GST നഷ്ടപരിഹാരം 511. അങ്ങനെ കൂട്ടി നോക്കിയാൽ ഞാൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അത്രയുണ്ട് പറയാൻ. അത്രയും കോടികൾ 6500 കോടി രൂപയാണ് കേരളത്തിന് ലഭ്യമാകേണ്ടതുള്ളത്. എന്തേ കേരളത്തിന് 1 രൂപ തരാൻ തയ്യാറാകാത്തത്? കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണോ? ഈ 100 കോടി കിട്ടാത്ത മറ്റ് ആരോഗ്യ പ്രവർത്തനത്തിന് തരേണ്ട 600 കോടി തരാത്തത്? എങ്ങനെയാണ് ബി ജെ പിക്ക് ഈ തരത്തിലുള്ള വാദങ്ങളെല്ലാം മുന്നോട്ട് വെക്കാൻ പോകുന്നത്? ഇനി ഞാൻ വാദത്തിന് സമ്മതിക്കാമെന്നേ, കേരളം കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണ്. എന്നാൽ എന്താ കേന്ദ്ര ബജറ്റിൽ 1 രൂപ ഈ കേരളത്തിന് വെക്കാത്തത്? ഒരു എയിംസ് തരാത്തത് എന്താ നേരത്തെ പറഞ്ഞത്? നിങ്ങൾ സ്ഥലം കണ്ടെത്തി കൊടുത്തില്ലേ? കണക്ക് കൊടുക്കാത്ത പോലെ സ്ഥലം കൊടുത്തില്ല. നിങ്ങളെ വാത്തിനെ സംഭവിക്കാം. എന്തേ എയിംസിനെ കുറിച്ച് ഒരക്ഷരമുണ്ടാത്തത്? ശബരിമല, ലക്ഷക്കണക്കിന് ഭക്തർ വരുന്ന ഒരു കേന്ദ്രമല്ലേ ശബരിമല? ഒരു റെയിൽവേ പാത അനുവദിക്കണം. എത്ര കാലമായി കേരളം ആവശ്യപ്പെടുന്നു? എന്തേ നിങ്ങൾ നൽകാത്തത്? നോക്ക്, കേന്ദ്ര സമയം പരിധി എനിക്കറിയാം. കേന്ദ്ര ബജറ്റിൽ വിഹിതം UPക്ക് 2,55,000 കോടി. അത്രയൊന്നും തരണ്ടെന്നേ. ഈ കേരളം ഇന്ത്യയിലല്ലേ? ഇതാണ് LDFന്റെ സമരമുദ്രാവാക്യം. എന്തേ അവഗണിക്കുന്നു? കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണോ? നിങ്ങൾ ഇത്തരം വാദങ്ങളൊന്നും പറയരുത്. ഇവിടെ ഇരിക്കുന്ന BJP പ്രതിനിധിയും കോൺഗ്രസ് പ്രതിനിധിയും നമ്മളെല്ലാം മലയാളികളാണെന്നേ. ഇത് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെയോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയോ പ്രശ്നമല്ല. ഇത് മലയാളിയുടെ പ്രശ്നമാണ്. ഇത് കേരളത്തിൻ്റെ പ്രശ്നമാണ്. കേരളത്തോടാണ് അവഗണന കാണിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ സമരമാണ് നാം ഏറ്റെടുക്കേണ്ടത്. ഇവിടെ ആശമാരുടെ സമരമായാലും അംഗനവാടി ജീവനക്കാരുടെ സമരമായാലും ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേന്ദ്രത്തിനെതിരായിട്ടാണ് സമരം ഏറ്റെടുക്കേണ്ടത്. ആ സമരത്തിന് നമുക്ക് ഒറ്റക്കെട്ടായി പോകാം. അല്ലാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമര നാടകം കളിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെ തകർക്കാമെന്നാണ് കോൺഗ്രസും BJP ഒക്കെ ശ്രമിക്കുന്നതെങ്കിൽ പൂർവാധികം കരുത്തോടുകൂടി ഉല്ലാസ് ബാബു, ജയചന്ദ്രൻ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന്, ചർച്ചയിൽ പങ്കെടുത്തതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. രാഷ്ട്രീയ കക്ഷികൾ പലതും പറയും. നമുക്ക് രാഷ്ട്രീയ കക്ഷികളുടെയും നാഥന്മാരായ ജനങ്ങൾക്ക് വാർത്തകളും നോക്കി അവരുടേതായ നിലപാടുകളിൽ എത്താൻ കഴിയണം എന്നൊരു സന്ദേശമാണ് ഈ ന്യൂസ് ആൻഡ് വ്യൂസ് നിങ്ങൾക്ക് മുന്നിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.